ഇവിടെ എറണാകുളത്ത് 2 ജിമ്മുകളിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പേര് പറയുന്നില്ല. ആൾക്കാരല്ല കളിയാക്കുന്നത്, ട്രെയിനേഴ്സാണ് കളിയാക്കുന്നതോ. ഞങ്ങളൊരാൾ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ പപ്പ അതിനുള്ള മറുപടി ആൾക്ക് കൊടുത്തിരിക്കും. അത്രയ്ക്കും സ്ട്രോങ് ആയിരുന്നു എൻ്റെ പപ്പ. ആ പപ്പയാണ് ഞാനിപ്പോൾ മിസ് ചെയ്യുന്നത്. കാരണം ഒരുപാട് സിറ്റുവേഷൻസിലൂടെ ഞാൻ അത് മിസ് ചെയ്യാറുണ്ട്. പപ്പയുടെ ആ ഒരു സ്ഥാനത്തുള്ള ഒരാൾ എന്നോടിങ്ങനെ പറഞ്ഞു, എന്തായാലും ജയലക്ഷ്മിയെ പോലെയോ ഷീമാട്ടിയെ പോലെയോ ഒന്നും ആവാൻ പോകുന്നില്ല. നീ നിൻ്റെ തോട്ടവും കാര്യങ്ങളൊക്കെ നോക്കി ഒതുങ്ങി അവിടെ ഇരുന്നാൽ പോരെ, എന്തിനാ ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കുന്നേ, വെറുതെ പൈസ എന്തിനാ കളയുന്നേ എന്നൊക്കെ ചോദിച്ച് എന്നെ ഇതാക്കി. പക്ഷെ അന്നേരം എനിക്ക് ഒരു മറുപടി കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം എനിക്ക് അന്നേരം വിഷമമാണ് തോന്നിയത്. ഞാൻ അവിടെ നിന്ന് കരയല്ലാതെ എനിക്കൊരു മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല. പപ്പയാണെങ്കിലും അമ്മയാണെങ്കിലും എനിക്ക് പറഞ്ഞു തരുന്നത്, നമ്മൾ എന്ത് കാര്യത്തിനും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം ദൈവത്തെ മുൻനിർത്തിയിട്ട് വേണം ആ ദിവസം തുടങ്ങാൻ. ഒരുപാട് സ്ട്രഗിളിൽ ഞാൻ വന്നത്. അപ്പം എന്നെ കൊണ്ട് ഒന്നും പറ്റത്തില്ല എന്ന് പറയുന്നവരുടെ മുന്നിൽ എനിക്ക് എൻ്റെ ഒരു ബ്രാൻഡ് കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം. ബിഹൈൻഡ് ദ സീൻസിൽ ഇന്ന് നമ്മളോടൊപ്പം മീനാക്ഷി ബുട്ടീക്കിൻ്റെ ഫൗണ്ടർ ഓണർ മീനു ആണ് ജോയിൻ ചെയ്യുന്നത്. മീനുവിൻ്റെ ഈ ഒരു സ്റ്റോറി നമ്മളെ എത്രത്തോളം ഇൻസ്പയർ ചെയ്യുന്ന ഒരു കഥയാണ് എന്ന് നമുക്ക് നോക്കാം. ഹായ് മീനു. ഹായ്. സുഖമായിട്ടിരിക്കുന്നു. മീനാക്ഷി എന്ന് പറയുന്ന ബുട്ടീക്ക്, അതായത് ഓൺലൈനിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇപ്പോൾ ഒരു 2-3 ഇയേഴ്സ് ആയിട്ട് ഓൺലൈൻ കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ബുട്ടീക്കാണ് മീനാക്ഷി, അല്ലേ? ആ മീനാക്ഷിയുടെ ആ ഒരു സക്സസ് ജേർണിക്ക് ശേഷം ഇനി അതൊരു ഫിസിക്കൽ ബുട്ടീക്കിലേക്ക് എത്തുകയാണ്. ജൂണിലേക്ക് മീനാക്ഷി ബുട്ടീക്കിലൂടെ, അതും കൊച്ചിയിൽ മെയിൻ ഒരു പ്രൈം ലൊക്കേഷനിൽ തന്നെ എത്താൻ പോണു. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഫിസിക്കൽ സ്റ്റോറിലേക്ക് വരണമെങ്കിൽ ഓൺലൈനിൽ അത്രയും ഇപ്പോൾ 2-3 ഇയേഴ്സ് ആയിട്ട് മീനാക്ഷി ബുട്ടീക്ക് ചെയ്യുന്നു. അതിനകത്തുള്ള ഒരു സക്സസ് ജേർണി തന്നെ ആയിരിക്കണം ഒരു ഫിസിക്കൽ ബുട്ടീക്കിലേക്ക് മീനുവിനെ ആ ഒരു ഡിസിഷൻ എടുക്കാൻ തോന്നിയിട്ടുണ്ടാവുക, അല്ലേ? എന്തായിരുന്നു മീനുവിന് ഇങ്ങനെ ഒരു ബുട്ടീക്ക് എന്നുള്ളത് ചെറുപ്പം മുതലേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു? നമുക്ക് ആ ഒരു കഥ, മീനുവിന്റെ കഥ ഞങ്ങളെല്ലാവരെയും എത്രത്തോളം ഇൻസ്പയർ ചെയ്യുന്ന ഒന്നാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പറയും മീനു, എവിടെ നിന്നാണ് ഈ ഒരു ബുട്ടീക്ക് എന്നുള്ളൊരു ഐഡിയ മീനുവിന്റെ മനസ്സിലേക്ക് വന്നത്? ഫസ്റ്റ് എൻ്റെ ഒരു ആഗ്രഹം ഇതല്ലായിരുന്നു. ആദ്യം ഞങ്ങൾക്ക് വേറൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത്. എൻ്റെ പപ്പ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ബിസിനസ് ആയിരുന്നു അതിപ്പം നമുക്കത് പറയാൻ പറ്റത്തില്ല. കാരണം അത് എന്റെയും പപ്പയുടെയും സീക്രട്ട് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പല പ്രിപ്പറേഷൻസ് ഒക്കെ ഓൾറെഡി വന്നിരുന്നോ? ഉണ്ടായിരുന്നു. നമ്മളത് ചെയ്യാൻ തുടങ്ങിയില്ല. അത് ഒരു പ്ലാൻ, ഞാൻ MBA കഴിഞ്ഞിട്ട് തൊട്ട് പപ്പ ഓരോ കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട്. പക്ഷേ അതിൽ നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് വന്നപ്പോഴാണ് പെട്ടെന്നുള്ള മരണമായിരുന്നു പപ്പയുടെ. അങ്ങനെ ഇപ്പോൾ പപ്പ മരിച്ചപ്പോൾ എനിക്കത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാതെ ഒരവസ്ഥ വന്നു. പിന്നെ അത് തുടങ്ങണമെങ്കിൽ കുറച്ച് പപ്പയെ പോലുള്ള സപ്പോർട്ട് നമുക്ക് വേണം. അത് ഒറ്റയ്ക്ക് തുടങ്ങാനുള്ള ഒരു ചിലപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായതുകൊണ്ടായിരിക്കാം അതെനിക്ക് ഇതാകാൻ പറ്റിയില്ല. പിന്നെ ഞാനിങ്ങനെ പപ്പ മരിച്ചപ്പോൾ തന്നെ നമുക്കെല്ലാം ഭയങ്കര ബ്ലാങ്ക് ആയിപ്പോയി. എന്ത് തുടങ്ങണം എന്ന് എന്തെങ്കിലും. ഓൾറെഡി ഞങ്ങൾക്ക് വേറെ ബിസിനസ്സാണ്, പക്ഷേ അതൊക്കെ പപ്പ തുടങ്ങിയ ഒരു ബിസിനസ്സാണ്. അപ്പം എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു ബ്രാൻഡ് തുടങ്ങണമെന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരുപാട് സ്ട്രഗിളിൽ ഞാൻ വന്നത്. അപ്പം എന്നെ കൊണ്ട് ഒന്നും പറ്റത്തില്ല എന്ന് പറയുന്നവരുടെ മുന്നിൽ എനിക്ക് എൻ്റെ ഒരു ബ്രാൻഡ് കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഒരുപാട് സാരീസൊക്കെ വാങ്ങിച്ച് കൊടുക്കാറുണ്ടായിരുന്നു. ഞാൻ എവിടെയെങ്കിലൊക്കെ പോകുമ്പോഴൊക്കെ എനിക്ക് കാണുന്ന ഇഷ്ടപ്പെട്ട സാരീസൊക്കെ. അപ്പോൾ അത് എല്ലാവർക്കും കുറച്ചും കൂടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമായിരുന്നു. കാരണം എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള സാരീസാണ് ഞാൻ അമ്മയ്ക്ക് കൊടുക്കുക. എനിക്ക് എല്ലാവരും കാണുന്ന ടൈപ്പ് അല്ലാതെ, അല്ലെങ്കിൽ ഭയങ്കര ട്രെൻഡിങ് ടൈപ്പ് അല്ലാതെ, എനിക്ക് ആരും കാണാത്ത എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയായിട്ടുള്ള സാരീസ് പിക്ക് ചെയ്യാൻ എനിക്ക് അങ്ങനത്തെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അങ്ങനത്തെ സാരി മാത്രമല്ല, അങ്ങനത്തെ എന്ത് ഐറ്റംസ് ആണെങ്കിലും എല്ലാത്തിനും വ്യത്യസ്തമായിട്ട് എനിക്ക് ഹാൻഡ് പിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു ടൈപ്പ് ആളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഞാൻ അമ്മയ്ക്ക് സാരീസ് വാങ്ങിച്ചു കൊടുത്തപ്പോൾ അതെല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ പേര് എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാരീസ് ഞങ്ങൾക്ക് ഇതുപോലെ പർച്ചേസ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പോകുന്ന വഴിക്ക് കാണുന്ന സാരീസിൽ എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഞാൻ പർച്ചേസ് ചെയ്ത് വെക്കും. അത് അവർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഇഷ്ടമായിരുന്നു. അത് അവർ വാങ്ങിക്കുകയും ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനും അമ്മയും കൂടെ ചിന്തിച്ചപ്പോൾ എന്നാൽ പിന്നെ ചെറിയ രീതിയിൽ നമുക്കൊരു സാരി ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ടാണ്
ഇപ്പം അത് മീനാക്ഷി ബോട്ടിലേക്ക് വന്ന് എത്തിയത്. അതപ്പോ മീനുവിന്റെ ഒരു ഐഡിയ ആയിരുന്നു അതോ അമ്മയുടെ സജഷൻ ആയിരുന്നു അത്? അമ്മയുടെ സജഷൻ ആയിരുന്നു നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ എന്നുള്ളത്. കാരണം ഇതെങ്ങനെ പോകും, ഒരുപാട് അറിയാലോ, ഒരുപാട് സാരീസ് ബിസിനസ്സുകാരുണ്ട്, ഒരുപാട് ബുട്ടീക്സ് ഉണ്ട്, ഒരുപാട് ബോട്ടിക്സ് ഉണ്ട്. അപ്പൊ നമ്മളും കൂടെ അതിലേക്ക് വന്നു കഴിഞ്ഞാല് അതെങ്ങനെ സക്സസ്ഫുൾ ആവും നമുക്ക് ഒരു അറിയത്തില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ട്രയൽ പോലെ ഞങ്ങളത് ചെയ്ത് നോക്കിയപ്പം അത് കുഴപ്പമില്ലാതെ പോയായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരു സേഫ് സൈഡ് നോക്കിയത് കൊണ്ടായിരിക്കാം ഓൺലൈനിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയത് അല്ലേ? എങ്ങനെ നമുക്ക് എന്നാലും കസ്റ്റമറിന് സ്റ്റഡി ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മുടെ ഇഷ്ടപ്പെടുന്നത് കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പൊ നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്യുന്നത് അപ്പൊ കസ്റ്റമറിന്റെ ഇഷ്ടങ്ങൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഫിസിക്കലായിട്ട് നമ്മൾ തുടങ്ങിയപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് മാത്രം നമ്മൾ സാരീസ് എല്ലാം സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും. തീർച്ചയായിട്ടും. അപ്പൊ അത് നമ്മൾ ഫിസിക്കലി തുടങ്ങിയാൽ നഷ്ടത്തിലേക്ക് വരാം. കാരണം നമ്മൾ ആദ്യം ഓൺലൈനിൽ തുടങ്ങുമ്പം അവരുടെ റിക്വയർമെന്റ്സ് ഒക്കെ അനുസരിച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയായിരിക്കും കസ്റ്റമേഴ്സ് വരുന്നതെന്നുള്ളത്. എന്നിട്ട് ഇപ്പം അത് മനസ്സിലായി, അങ്ങനെ ഒരു ഫിസിക്കലായിട്ട് തുടങ്ങാന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് തുടങ്ങിയത് അമ്മയുടെ ഒരു സജഷനും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ തുടങ്ങി കഴിഞ്ഞപ്പോൾ മീനുവിന് വേണ്ട എല്ലാ സപ്പോർട്ടും നൽകിയതും മീനുവിന് വേണ്ട, കാരണം ഇത് മീനു പറഞ്ഞതുപോലെ മീനു വിചാരിക്കാത്തൊരു മേഖലയാണ് ഈ ഒരു ബുട്ടീക്കിലേക്ക് മീനു വന്നിരിക്കുന്നത്, അതും ഡ്രസ്സിന്റെ ബുട്ടീക്കിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല, ഇതിനകത്ത് വന്നു കഴിഞ്ഞാലും ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാവും, ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, കസ്റ്റമേഴ്സിന്റെ ഇഷ്ടങ്ങളുണ്ട്, ഒരുപാട് നെഗറ്റീവ് സൈഡും ഇതിനുണ്ട് അല്ലേ? കുറച്ച് റിസ്കിയാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനും ഇതൊക്കെ മീനുവിനെ ആരാ അപ്പൊ ഹെൽപ്പ് ചെയ്തതും സപ്പോർട്ട് ചെയ്തതും അല്ല? എനിക്ക് പപ്പ ഒരുപാട് പപ്പയുടെ ബിസിനസ്സിലും പപ്പ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതും അത് എങ്ങനെയാ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പപ്പ ബിസിനസ്സുകാരായിരുന്നു. ഓക്കെ. കാരണം എപ്പോഴും നമുക്ക് സക്സസ് അല്ലല്ലോ, എപ്പോഴും നമുക്ക് ഫെയിലറും വരാം. ആ ഫെയിലറിനെ നമ്മൾ എങ്ങനെ തരണം ചെയ്ത് കൊണ്ടുപോകും എന്നുള്ളത് എന്റെ പപ്പയിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അമ്മയും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യും. ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ ഡൗൺ ആകുമ്പോൾ അമ്മ എന്നെ അത് മാറ്റി പോസിറ്റീവിലേക്ക് എന്നെ അയക്കാറുണ്ട്. പിന്നെ അമ്മ കൂടുതലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥനയുടെ ഒക്കെ ഒരു ബലമാണ് ഇപ്പം എനിക്കിത് തുടങ്ങാനൊരു ഇത് കിട്ടിയത് തന്നെ. ബിസിനസ് ഫാമിലിയിൽ ജനിച്ചു വളർന്ന മീനു, അച്ഛൻ ബിസിനസ്സുകാരനായിരുന്നു. അപ്പൊ ചെറുപ്പം മുതലേ അച്ഛൻ എങ്ങനെ ബിസിനസ് ഹാൻഡിൽ ചെയ്യണു, അതിനകത്തുള്ള അപ്സ് ആൻഡ് ഡൗൺസ് ഇതെല്ലാം കണ്ടും ഫേസ് ചെയ്തും വളർന്ന ഒരു കുട്ടിയാണ്. പക്ഷെ മീനുവിന്റെ ചെറുപ്പം മുതലേയുള്ള ആഗ്രഹം ഒരു ഓൺട്രപ്രനർ ആവണം എന്നുള്ളതായിരുന്നോ? എന്താ മീനു പഠിച്ചതെല്ലാം? ഞാൻ ഡിഗ്രി പഠിച്ചത് BCom ആയിരുന്നു, അത് ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണ് ചെയ്തത്. പിന്നെ PG ചെയ്തത് MBA ആയിരുന്നു, അത് കോയമ്പത്തൂരായിരുന്നു ചെയ്തിരുന്നത്. അപ്പം MBA പഠിക്കുമ്പോൾ നമുക്കൊരു ഇതുണ്ടായിരുന്നു, എങ്ങനെ നമ്മൾ തന്നെ ഒരു ഓൺട്രപ്രനർ ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് ഒരു പ്ലാനിങ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അതിൽ ഞാൻ എൻ്റെ ഒരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിലെനിക്ക് പപ്പയോട് ഞാൻ പ്രോജക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പപ്പയ്ക്ക് അത് ഓക്കെ ആയിരുന്നു. അപ്പം അതിന് പപ്പ ഒരു ക്രിയാറ്റിനൊക്കെ കൂടുതലായിരുന്നു, പപ്പയ്ക്ക് കിഡ്നി പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് പോകും എന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്ക് ആർക്കും ഇല്ലായിരുന്നു. ഞങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചപ്പം ഒരാഴ്ചക്കുള്ളിൽ ആയിരുന്നു പപ്പയുടെ പെട്ടെന്നുള്ളൊരു മരണമായിരുന്നു. അപ്പോൾ അത് നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. പിന്നെ പപ്പയോടെല്ലാം പറഞ്ഞിട്ട് അത് നിങ്ങൾക്ക് തുടങ്ങാനുമുള്ള ഒരു വിഷമമായിരുന്നു. കാരണം പപ്പ എൻ്റെ കൂടെ ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കും എന്നെല്ലാം പറഞ്ഞത്. അപ്പം അത് തുടങ്ങുമ്പോൾ എനിക്കതിന് മാനസികമായിട്ട് പക്ഷെ അതിൽ തുടങ്ങണം, അതെൻ്റെ സങ്കല്പത്തിലുണ്ട്. ഇതൊന്ന് സെറ്റായിട്ട് അത് കൊണ്ടുവരണമെന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. മീനു ഒക്കെ നിങ്ങൾ 3 കുട്ടികളാണ്, 3 ഗേൾസ് ആണ് അല്ലേ? മീനു ഏറ്റവും ഇളയ ആളാണ്. ഓക്കെ. ചേച്ചിമാർക്കും ഇത്തരത്തിലുള്ള ബിസിനസ്സിനോടുള്ള താല്പര്യം ഉള്ളവരാണ്? അതെ, അവർക്കും താല്പര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഫാമിലി ആയിട്ട് ജീവിക്കുന്നതുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരിപ്പം കുറച്ച് ഇതായിട്ടിരിക്കാം. പിന്നെ അവർക്കും ഇതുപോലെ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും അവർ നോക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഇങ്ങനെ ഇതായിട്ട് വരാൻ അവർക്ക് കുറച്ച് ഇതുണ്ട്, ഫാമിലീസ് ഒക്കെ ഉള്ളതുകൊണ്ട്. ഓക്കെ, മനസ്സിലായി. ഓക്കെ. ഇതിനിടയിൽ മീനു പറയണ്ടായി നിന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ കുറച്ച് പേരുടെ മുമ്പിൽ എനിക്ക് ജയിച്ച് കാണിക്കണമായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ബുട്ടിക് തുടങ്ങിയതെന്ന് ഇടയിൽ മീനു പറഞ്ഞു. അതെന്താ മീനു അങ്ങനെ പറയാൻ കാരണം? ആരായിരിക്കും അങ്ങനെ മീനുവിനെ പലപ്പോഴായിട്ട് ഡിസ്കറേജ് ചെയ്ത ആൾക്കാരും നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്? എൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അത് കൊച്ചിലോട്ടെ ഇപ്പം ഞാൻ എല്ലാത്തിനും ഫസ്റ്റ് ഒന്നും അല്ലായിരുന്നു. അതെനിക്ക് പഠിത്തത്തിലും കുറച്ച് ഞാൻ ബാക്കിലോട്ടാണ്. എനിക്ക് കുത്തിയിരുന്ന് പഠിച്ച് കാണാപ്പാടം പഠിച്ച് ഇരുന്നോട് എനിക്ക് അങ്ങനെ താല്പര്യമില്ലായിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് കുറേ ഫ്രണ്ട്സും അതിന് ഒരുപാട് അങ്ങനെ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പഠിച്ചിരുന്ന ടീച്ചേഴ്സ് എല്ലാവരും അല്ല, സ്കൂളിൽ പഠിച്ചപ്പോഴും അതുപോലെ തന്നെ എൻ്റെ ചില എൻ്റെ
എന്നെ അറിയാവുന്ന കുറച്ച് റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ അവരൊക്കെ എന്നെ അങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഡയറക്റ്റ് നീ ഒന്നും ആവത്തില്ലെന്നല്ല, അങ്ങനെ പറയാതെ ഇൻഡയറക്റ്റ്ലി രീതിയിൽ നമ്മളിപ്പം അറിയാം ഒരു കല്യാണ ഫംഗ്ഷനിലൊക്കെ പോകുമ്പോൾ നമ്മളൊരുമാതിരി രീതിയിൽ അവരിതാക്കി പറയാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ കഴിഞ്ഞൊരു കല്യാണത്തിന് പോയപ്പം എൻ്റെ സ്വന്തം റിലേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ ഇത്ര എത്തിയിട്ട് പോലും നമുക്ക് സപ്പോർട്ടീവായിട്ട് പറയാതെ, കാരണം എൻ്റെ പപ്പയുടെ സ്ഥാനത്ത് നിൽക്കേണ്ട ആൾക്കാരാണത്. കാരണം ഞങ്ങൾ പപ്പ ഇല്ലാത്തപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം ഒന്നും ആരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ടില്ലായിരുന്നു. എനിക്ക് സപ്പോർട്ട് അമ്മയും, അമ്മയ്ക്ക് സപ്പോർട്ട് ഞാനും, അങ്ങനെയായിരുന്നു ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. അതിൽ നിന്നാണ് ഞങ്ങൾ ഈ ഒരു ഇതിലേക്ക് വന്നത് തന്നെ. അപ്പം എൻ്റെ ഒരു കഷ്ടപ്പാടിൽ ഞാനൊരു കരയ്ക്കെത്തി ഈ ഒരു ബോട്ടിൽ കൊണ്ടെത്തിയപ്പം അത്യാവശ്യമുള്ള ആൾക്കാർക്കൊക്കെ അത്യാവശ്യം അറിയാവുന്ന ആൾക്കാർക്കൊക്കെ എന്നെ ബോട്ടിങ്ങിനെ പറ്റി അറിയാമായിരുന്നു. അപ്പോൾ ആ ഫംഗ്ഷന് പോയപ്പം അവിടെ ഒരു പപ്പയുടെ, അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ പപ്പയുടെ ആ ഒരു സ്ഥാനത്തുള്ള ഒരാൾ എന്നോടിങ്ങനെ പറഞ്ഞു, എന്തായാലും ജയലക്ഷ്മിയെ പോലെയോ ഷീമാട്ടിയെ പോലെയോ ഒന്നും ആവാൻ പോകുന്നില്ല, നീ നിൻ്റെ തോട്ടവും കാര്യങ്ങളൊക്കെ നോക്കി ഒതുങ്ങി അവിടെ ഇരുന്നാൽ പോരെ, എന്തിനാ ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കുന്നേ, വെറുതെ പൈസ എന്തിനാ കളയുന്നേ എന്നൊക്കെ ചോദിച്ച് എന്നെ ഇതാക്കി. പക്ഷെ അന്നേരം എനിക്ക് ഒരു മറുപടി കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം എനിക്ക് അന്നേരം വിഷമമാണ് തോന്നിയത്. ഞാൻ അവിടെ നിന്ന് കരയല്ലാതെ എനിക്കൊരു മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പപ്പയുടെ സ്ഥാനത്ത് ഇന്ന ആൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവരുന്ന പകരം, അല്ലെങ്കിൽ ഞങ്ങളിത് ആരുടെയും സഹായം ഇല്ലാതെ, ഒരാളുടെ പോലും സഹായം ചോദിക്കാതെ ഞാനും എൻ്റെ അമ്മയും കൂടെ കൊണ്ടുവന്ന ഈ സംരംഭം, അതിന് സപ്പോർട്ട് ചെയ്ത് പറയാതെ, അല്ലെങ്കിൽ ഞങ്ങളുണ്ട് കൂടെ, നിങ്ങൾ ധൈര്യമായിട്ട് തുടങ്ങിക്കോ എന്ന് പറയുന്ന പകരം ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളെ കൂടുതലും മാനസികമായി ബുദ്ധിമുട്ടിപ്പിച്ച് ഒരു സൈഡിലേക്ക് ഒതുക്കാനുള്ള സംസാരങ്ങളാണ് സംസാരിക്കുന്നത്. അപ്പം അത് നമുക്ക് ഒരുപാട് മാനസികമായി ഉണ്ടാവുന്നുണ്ടാണ്. പക്ഷെ ഞാനതൊക്കെ ഒരു ചെവി കൂടെ കയറ്റി ഒരു ചെവി കൂടെ കളയും. കാരണം നമുക്ക് അങ്ങനെ വിഷമിച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും എനിക്ക് ജയിച്ച് കാണിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ഇവരെത്തി. ശരിക്കും നമ്മളുടെ കുടുംബക്കാരെന്ന് പറയുന്നവരിൽ നിന്നും നമുക്കൊരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു അത്ര കഴിവില്ല, അല്ലെങ്കിൽ നമുക്ക് അത്രയ്ക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും അവരുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മാജിക്കലായിട്ടുള്ള പല വണ്ടേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലേ? അപ്പോൾ അത്തരത്തിൽ നമ്മൾക്ക് ഒരുപാട് നമ്മൾ സ്നേഹിക്കുന്ന, നമ്മുടെ കൂടെ എപ്പോഴും നമ്മുടെ അപ്സ് ആൻഡ് ഡൗൺസിൽ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നവർ ഇത്തരത്തിൽ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു പക്ഷേ നമ്മൾ പതറാം, വിഷമം തോന്നാം. പക്ഷെ ആ ഒരു സമയത്തൊക്കെ മീനുവിന്റെ കൂടെ അമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമായിരുന്നു ലൈഫിൽ ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുണ്ടായിരുന്നത്. ഫ്രണ്ട്സ് ആരും മീനുവിനില്ലേ? ഫ്രണ്ട്സ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എന്നെ മേക്കപ്പ് ചെയ്യുന്ന ചേച്ചി, ഇപ്പം എനിക്ക് ഞാൻ ആ മേക്കപ്പ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. കാരണം ആ ചേച്ചി എനിക്ക് അതുപോലെ, ഞാൻ സത്യം എൻ്റെ ബോട്ടിങ്ങിന് മോഡൽസിനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ചേച്ചി ഞാൻ വിളിച്ചിട്ടുള്ളത്. അപ്പം ആ ചേച്ചി എനിക്ക് അതുപോലെ സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ ചേച്ചി എനിക്ക് സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുണ്ട്. അതും എനിക്ക് പറയണമല്ലോ, കാരണം അത് ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല. ചേച്ചിയുടെ പേര് ലക്ഷ്മി. ഓക്കെ. അപ്പോൾ ആ ചേച്ചി എനിക്ക് ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ ഒരു ചേച്ചിയെ പോലെ തന്നെ എൻ്റെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്നിട്ടുണ്ട്. അവരുടെയൊക്കെ സപ്പോർട്ടും ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ MBA പഠിച്ചിരുന്ന എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരും, ചേച്ചിയുടെ പേര് മിതുഷ എന്ന് പറയും, ചേച്ചിയൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹെൽഗ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരിയുണ്ട്. അവളാണ് എൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പുള്ളിക്കാരത്തിയും എനിക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ അവളൊക്കെ നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരുപിടി നല്ല ഫ്രണ്ട്സ് ഉണ്ട് കൂടെ, ഒപ്പം അമ്മ. ആ ഒരു ഒറ്റ ചേച്ചിമാരും എന്നെ കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ടായിരുന്നു. അവരും കുറെ കസ്റ്റമേഴ്സിനെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ മൊത്തത്തിലൊരു പെൺ പടകളുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു യൂണിയൻ ആണ് ഇപ്പൊ ഫൈനലി മീനാക്ഷി ബുട്ടീക്കിലൂടെ വന്നിരിക്കുന്നത്. മീനുവിന് പഠിച്ചു വളർന്നപ്പോൾ മുതലേ MBA ഒക്കെ പഠിച്ച കുട്ടിയായപ്പോൾ വേറൊരു ഓഫീസ് ജോലിയോ കാര്യങ്ങളോ അതൊന്നും താല്പര്യം ഉണ്ടായില്ലേ? ബിസിനസ് തന്നെയായിരുന്നു? ഞാൻ നോക്കിയിട്ട് എനിക്കൊന്നും സെറ്റ് ആവുന്നില്ല. കാരണം പപ്പയുടെ ഈ ബിസിനസ്സിന് ഇത് കണ്ട് വരുമ്പം, ഒരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്യുമ്പം അതെനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നാറുണ്ടായിരുന്നു. ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ഒരു ട്രാവൽ ഏജൻസിയിൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഒരു പപ്പ പറഞ്ഞു, നീ ജോലിക്ക് പോവണ്ട, കാരണം പറ്റത്തില്ല. കാരണം നമ്മൾ ഈ ബിസിനസ് ഇതെല്ലാം കണ്ടു വരുമ്പോൾ ഒരാളുടെ അണ്ടറിൽ നമുക്ക് സെറ്റ് ആവത്തില്ല.
അപ്പൊ അപ്പൊ അങ്ങനെ അച്ഛൻ സജസ്റ്റ് ചെയ്തു, ഓക്കെ നീ എന്നാൽ സ്വന്തമായിട്ട് നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാൻ അങ്ങനെ ഒരു ഇതിലേക്ക് വന്നു. പക്ഷെ അത് അച്ഛന്റെ മരണത്തോടു കൂടി അത് തുടങ്ങാൻ പറ്റിയില്ല. പറ്റിയില്ല. പക്ഷെ പിന്നീട് ഇങ്ങനെ അമ്മയ്ക്ക് സാരി സെലക്ട് ചെയ്യുന്ന മീനുവിന്റെ സെലക്ഷൻ പലർക്കും ഇഷ്ടപ്പെട്ടു. അതിൽ പലരുടെ ഭാഗത്തു നിന്ന് ഒരു അപ്രീസിയേഷൻ കിട്ടിയത് കൊണ്ടാണ് ബുട്ടീക്കിലേക്ക് മീനു എത്തിയത്. അതെ പക്ഷെ ഈ ബുട്ടീക്കിൽ തന്നെ മീനുവിന്റെ ബുട്ടീക്ക് ഇപ്പം നമുക്കറിയാം, മീനു പത്തനംതിട്ടക്കാരിയാണ്, എന്നിട്ടും ഓൺലൈനിലൂടെ ഇത് ചെയ്യുന്നു. പക്ഷെ എന്നിട്ട് ഇപ്പൊ ഫിസിക്കൽ സ്റ്റോർ വന്നപ്പോൾ വീണ്ടും ഇപ്പൊ മീനു തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് എറണാകുളത്ത് നമ്മുടെ മെയിൻ ഒരു ലൊക്കേഷനിൽ തന്നെയാണ്. അപ്പം എറണാകുളത്ത് മീനുവിന് അറിയാം, ഇവിടെ ഒരുപാട് ഓരോ ഇതിലേക്ക് നിൽക്കും തോറും നമുക്ക് ഒരുപാട് ബുട്ടീക്സ് ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള സമയത്ത് ഇതൊരു ഭയങ്കര കോമ്പറ്റീഷൻ ആയിരിക്കും. അതെ. അപ്പൊ ആ ഒരു റിസ്ക് എടുക്കാൻ മീനുവിന് ഒരു ധൈര്യം തന്ന ഫാക്ടർ എന്തായിരിക്കാം? കാരണം ഒരു ബിസിനസ് നമ്മൾ റിസ്ക് എടുക്കാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരു മാം പറഞ്ഞത് ശരിയാണ്. കാരണം നമ്മളൊരു എറണാകുളം പോലെയുള്ള ഒരു സ്ഥലങ്ങൾ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ബോട്ടിക്കുകളാണെങ്കിലും ഷോപ്പുകളാണെങ്കിലും ഉണ്ട്. അവിടെ കാരണം ഞാൻ ഫസ്റ്റ് ഓൺലൈൻ തുടങ്ങിയപ്പോഴും എനിക്ക് സപ്പോർട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് വന്നത് എറണാകുളത്തു നിന്നാണ്. എറണാകുളത്ത് അത് നമ്മൾ ഫസ്റ്റ് ഓൺലൈൻ തുടങ്ങിയത്. അപ്പം നമുക്ക് ഒരു ലൊക്കേഷനും എവിടെ തുടങ്ങണമെന്നുള്ളൊരു ഐഡിയ കിട്ടും. കാരണം ഒരുപാട് കസ്റ്റമേഴ്സ് എനിക്ക് എറണാകുളത്തു നിന്നും വന്നിട്ടുണ്ട്, തൃശ്ശൂരിനും വന്നിട്ടുണ്ട്. ഞാൻ കൂടുതൽ എക്സിബിഷൻസിന് കോൺസെൻട്രേറ്റ് ചെയ്യുമായിരുന്നു. ഒരുപാട് എക്സിബിഷൻസ് ഞാൻ കണ്ടക്ട് ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെ കണ്ടക്ട് ചെയ്തതിൽ ഒരുപാട് കസ്റ്റമേഴ്സ് എന്നെ വിളിക്കുമായിരുന്നു. അപ്പം അത് കൂടുതലും എന്നെ സപ്പോർട്ട് ചെയ്തത് എറണാകുളത്തുള്ള ആൾക്കാരായിരുന്നു. അങ്ങനെയാണ് എറണാകുളത്ത് ഒരു ഷോപ്പ് ഇടാമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ എറണാകുളത്തെ മീനുവിന് അറിയാം, വളരെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ടെക്സ്റ്റൈൽസ് ഉണ്ട്, ഒരുപാട് ബുട്ടീക്സും ഓൾറെഡി ഉണ്ട്. അപ്പം അതിനിടയിൽ മീനാക്ഷി ബുട്ടീക്കിന്റെ ഒരു പ്ലേസ്മെന്റ് എങ്ങനെയാ മീനു കാണുന്നത്? ജസ്റ്റ് ലൈക്ക് ഒരു നോർമൽ ബുട്ടീക്ക് നമ്മൾ കാണുന്ന പോലെ ഒരു നോർമലായിട്ട് തുടങ്ങാനല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പം എനിക്ക് വണ്ണമുള്ളതുപോലെ തന്നെ സാരി ഫുള്ളും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് വണ്ണമുള്ളതുപോലെ തന്നെ ഒരുപാട് പേർക്കും എന്നെപ്പോലെ വണ്ണമുള്ള ആൾക്കാരുണ്ട്. ഫസ്റ്റ് ഞാൻ ഒരു ഓണം ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഓണം ഷൂട്ടിനകത്ത് എനിക്ക് സാരി ഉടുക്കാൻ അറിയത്തില്ല, സാരി ഉടുത്ത് നടക്കാനും എനിക്ക് കംഫർട്ടല്ല. അപ്പം അതിന് പകരം ഞാൻ ഒരു ഫ്രോക്ക് തയ്ച്ചിട്ടായിരുന്നു ഞാനത് ആ വീഡിയോ കണ്ടക്ട് ചെയ്തത്. അപ്പം ആ വീഡിയോയിൽ കൂടിയായിരുന്നു ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞത്. അതായത് 3 years മുന്നെയോ? 3 years മുന്നേ അല്ല, ഒരു 1 year, ഒരു 1.5 വർഷമായി. 3 years മുന്നേ വെച്ചാൽ ഞങ്ങളത് ഓൺലൈനിൽ കൂടി അല്ലാതെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അങ്ങനെ ചെയ്ത് കൊടുക്കുമായിരുന്നു. 1.5 വർഷമായിട്ടുള്ളൂ നമ്മൾ ഈ ലോഗോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് പേരൊക്കെ ആയി സെറ്റായി വന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഫ്രോക്ക് ഇട്ട് ഒരു വീഡിയോ കണ്ടപ്പം ഞാൻ ആക്ച്വലി കൂടുതൽ ഓണ സാരീസ് പോകുമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ കുറേ കസ്റ്റമേഴ്സ് വന്നത് എന്നെ കണ്ടിട്ടാണ് വന്നത്. എന്നെപ്പോലെ വണ്ണമുള്ള ഞങ്ങളെപ്പോലെ എൻ്റെ അത്രയും വണ്ണം കസ്റ്റമേഴ്സിനും ഉണ്ട്, അതിൽ കൂടുതൽ ഉള്ളവരും ഉണ്ട്. അപ്പം ഞങ്ങൾക്കും ഇതുപോലെ ഒരു ഡ്രസ്സ് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് ഷോപ്പുകളിൽ എത്താറുണ്ട്. കൂടുതൽ പോയാൽ ഒരു 4XL അല്ലെങ്കിൽ ഒരു 7XL വരെ മിക്ക ഷോപ്പുകളിലും കാണുള്ളൂ, റെഡിമെയ്ഡ്സിൽ കാണത്തുള്ളൂ. അതുപോലെ ചിലപ്പം ഒരേ പാറ്റേൺ ആയിരിക്കും, ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, ചിലതൊന്നും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, ചിലത് ഇടുമ്പോൾ വണ്ണം കൂടുതൽ തോന്നിക്കും. അപ്പം എൻ്റെ ഡ്രസ്സ് കണ്ടപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ്. അപ്പം അങ്ങനത്തെ ഞങ്ങൾക്ക് ഇതുപോലെ ഡ്രസ്സ് ചെയ്തു തരാമോ അപ്പം അന്നൊന്നും ഞാൻ പ്ലസ് സൈസ് തുടങ്ങണമെന്ന് വിചാരിച്ചിരുന്നില്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ അതും എനിക്ക് കുറേ എറണാകുളത്തു നിന്നാണ് വന്നത്, കുറേ കസ്റ്റമേഴ്സ്. ഇപ്പം വെസ്റ്റ് ഹൈറ്റ്സിലൊക്കെ പോയാൽ തന്നെയും വെസ്റ്റ് ഹൈറ്റ്സിലും ഉണ്ട്, ഞാനും വെസ്റ്റ് ഹൈറ്റ്സിൽ പർച്ചേസ് ചെയ്യാറുണ്ടായിരുന്നു, വെസ്റ്റ് ഹൈറ്റ്സിൽ. അപ്പോൾ അവിടെ എന്നാലും അത് വെസ്റ്റേൺ ആണ്, എന്നാലും നല്ല റേഞ്ച്. ഇപ്പോൾ ഈ പറയുന്ന സാധാരണക്കാർക്ക് പോലും വെസ്റ്റ് ഹൈറ്റ്സിൽ നിന്ന് വാങ്ങിക്കാൻ അവിടെ ഇതിന് ബഡ്ജറ്റിന് പറ്റത്തില്ലായിരിക്കും. അപ്പം ഞാൻ കൊണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും ഉണ്ട്, പ്രീമിയം ഉണ്ട്. ഇപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഉള്ള ആൾക്കാർക്ക് വണ്ണം ഉണ്ടെന്ന് എനിക്ക് കിട്ടത്തില്ലെന്ന് വിചാരിച്ചിരിക്കേണ്ട. അതിപ്പം മീനാക്ഷി ബോട്ടിക്ക് വന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളവർക്കും കൊടുക്കും, അല്ലാത്തവർ വന്നാൽ അവർക്കും കൊടുക്കും. ഞങ്ങൾ ഒരേ രീതിയിലായിരിക്കും ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതായത് ഞാനിപ്പോ മനസ്സിലാക്കുന്നത്, മീനാക്ഷി ബുട്ടീക്കിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു എക്സ്ക്ലൂസിവിറ്റി എന്ന് പറയുന്നത് പ്ലസ് സൈസുകളുള്ള ഡ്രസ്സുകളാണ്. അപ്പം ബുട്ടീക്കിലേക്ക് വരുമ്പോൾ, ഫിസിക്കൽ സ്റ്റോറിലേക്ക് വരുമ്പോൾ സാരീസും ഉണ്ടാവുമോ? സാരീസും ഉണ്ട്, പ്ലസ് സൈസും കൂടുതലുണ്ട്. അതും എല്ലാ ബഡ്ജറ്റിലുള്ള രീതിയിലും നിങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ഇങ്ങനെ റെഡിമെയ്ഡ്സ് ആണോ അതോ നിങ്ങൾ നമ്മുടെ രീതിയിൽ നമുക്ക് യൂണിറ്റ് ഉണ്ട്, നമ്മളുടെ രീതിയിൽ നമ്മൾ
സ്റ്റിച്ച് ചെയ്ത് വെക്കും. പിന്നെ അതല്ല അവർക്ക് കസ്റ്റമൈസ് അവർക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ രീതിയിൽ ചെയ്ത് കൊടുക്കും. നമ്മുടെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ട അങ്ങനെ എടുക്കാം, അതല്ല അവർക്ക് വേറെ കളക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പൊ മെറ്റീരിയൽ വെച്ചിട്ട് സ്റ്റിച്ചിങ് യൂണിറ്റും ഉണ്ടാവും, അങ്ങനെയും ചെയ്യുന്നുണ്ടാവും. അപ്പം മീനാക്ഷി ബുട്ടീക്ക് നമ്മുടെ എറണാകുളത്തുള്ള ബാക്കി ബുട്ടീക്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ മേ ബി ഒരു ഫ്യൂ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ മീനു ഉദ്ദേശിക്കുന്നത് എത്ര പ്ലസ് സൈസസ് വരെയാണ് നിങ്ങളുടെ ബുട്ടീക്കിലേക്ക് പ്ലാൻ? ഞങ്ങൾ എക്സൽ തൊട്ട് 12 എക്സൽ വരെയാണ്. നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് തന്നെ എക്സൽ ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ മറ്റേ സൈസസ് ഇല്ല? ഇല്ല, മീഡിയം മീഡിയം ലാർജ് ഇപ്പൊ എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമാണ്. വണ്ണമുള്ളവർക്കാണ് എങ്ങും കിട്ടാത്തത്. അപ്പൊ അവരെ കോൺസെൻട്രേറ്റ്, കാരണം എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, അപ്പൊ അവരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ബ്യൂട്ടിഫുൾ ഒരു ഐഡിയ. അപ്പൊ മീനുവിന് വേണ്ട കോസ്റ്റ്യൂംസ് ഒക്കെ മീനു എന്താ ചെയ്യാ, സ്റ്റിച്ച് ചെയ്യാണോ? സ്റ്റിച്ച് ചെയ്യാം. ഞാൻ റെഡിമെയ്ഡ് എടുക്കാറില്ല, ഞാനൊരു പാറ്റേൺ കൊടുക്കും. പിന്നെ അതിന്റെ വർക്ക് ചെയ്യുന്ന ഞങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും എങ്ങനെ ഏത് രീതിയിൽ. ഇപ്പം വണ്ണമുള്ളവർക്ക് കൂടുതൽ വണ്ണം തോന്നിക്കുന്ന രീതിയിൽ ചെയ്യാതെ അവരെ എങ്ങനെ നമുക്ക് ബ്യൂട്ടി ആയിട്ട് കൊണ്ടുവരാം രീതിയിൽ ഞങ്ങൾ അങ്ങനെ കണ്ടക്ട് ചെയ്തിട്ട് ഞങ്ങൾ ആ രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതൊരു വേറിട്ടൊരു ഐഡിയ മീനു തന്നെ ഫേസ് ചെയ്തിട്ടുള്ള. കാരണം ചില ഡ്രസ്സുകളൊക്കെ നമുക്ക് കാണുമ്പം ഓക്കെ അയ്യോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാവും ചിലപ്പോൾ ചില പാറ്റേണും കാര്യങ്ങളും, പക്ഷെ നമ്മുടെ സൈസസിൽ അത് അവൈലബിൾ ആയിരിക്കില്ല, പ്ലസ് സൈസസിലേക്ക് അത് അവൈലബിൾ ആയിരിക്കില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉള്ളൊരു വിഷമം. ആ വിഷമം മാറ്റാൻ ഇനി മുതൽ എല്ലാവർക്കും മീനാക്ഷി ബുട്ടീക്ക് ഇവിടെ എറണാകുളത്ത് ഉണ്ടാവും. അതായത് ഈ പറഞ്ഞ പോലെ ഏറ്റവും നല്ല ഇതാണ്, എക്സൽ മുതൽ 12 എക്സൽ വരെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഏത് ഇതിലുള്ള എല്ലാവർക്കും തന്നെ അത് കവർ ചെയ്ത് പോകുന്ന ഒരു ഇത് തന്നെയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ തന്നെ. അതിൽക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം സൈസ്. നമുക്കൊരു സൈസ് ചാർട്ട് ഉണ്ട്, ആ സൈസ് ചാർട്ടിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതല്ല അവർക്ക് വേറെ സൈസ് ചാർട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പൊ മീനു പേഴ്സണലി ഇത്തരത്തിലുള്ള പല പല കടകളിലും പോകുമ്പോൾ മീനുവിനുള്ള സൈസസ് അവൈലബിൾ ആയി കിട്ടാത്തത് കൊണ്ട് മീനുവിന്റെ ആ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിരിക്കാം ഒരു പക്ഷെ ഇത്തരത്തിലുള്ള ഒരു തോട്ടിലേക്ക് മീനുവിന് തോന്നിയിട്ടുണ്ടാകും. ഒരു സ്ഥലത്ത് ചിലപ്പോൾ നമുക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടുമായിരിക്കും, അത് ആ കളറും ആ ഡിസൈൻ നമുക്ക് സൂട്ടായിരിക്കും, പക്ഷെ അത് സൈസ് കിട്ടത്തില്ല. അപ്പൊ അങ്ങനെ പ്രശ്നം വരും. അപ്പൊ ഞാൻ തന്നെ ഞാൻ ചിന്തിച്ച പക്ഷെ തുടങ്ങണോന്ന് വിചാരിച്ചിരുന്നില്ല. അപ്പൊ ഇങ്ങനെ കസ്റ്റമേഴ്സ് ഇങ്ങോട്ട് ചോദിച്ചു വന്നപ്പോഴാണ് എനിക്ക് അതും കൂടെ തുടങ്ങിയാലോ, അതും കൂടെ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ഇവിടെ അങ്ങനെ അത്രയും 12 എക്സൽ വരെ അങ്ങനെ തയ്ച്ച് ഇങ്ങനെ കൊടുത്ത ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതെ, എന്റെ അറിവിലും എറണാകുളത്ത് ഇത്ര സൈസസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ബുട്ടീക്ക് ഉണ്ടെന്ന് എന്റെയും അറിവിലില്ല. അപ്പൊ അതൊരു വേറിട്ട ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്ലസ് സൈസിലുള്ളവർക്കൊക്കെ മീനാക്ഷി ബുട്ടീക്ക് എല്ലാവരും തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്ത് തന്നെ ഇരിക്കുകയായിരിക്കും അല്ലെ, ഉറപ്പായിട്ടും. കാരണം അതൊരു നല്ലൊരു ഐഡിയ, നല്ലൊരു ഇനീഷ്യേറ്റീവ്. മാത്രമല്ല നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യണത് ഡ്രസ്സിൽ മാത്രമാണെന്നാണോ? ഐ മീൻ ചുരിദാറും അങ്ങനെയൊക്കെ ഉണ്ടോ, അതോ കുർത്തി ഡ്രസ്സസ് എല്ലാ ടൈപ്പും ഉണ്ടാവും? നമ്മൾ വെസ്റ്റേൺ ആണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കുർത്തീസും ഉണ്ട്, ഫ്രോക്സ് ഉണ്ട്. ഫ്രോക്സും കുർത്തീസാണ് ഇപ്പം നമ്മൾ നിലവിൽ ചെയ്യുന്നത്. പിന്നെ അത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്ന രീതിയിൽ അതനുസരിച്ച് നമ്മൾ മാറ്റം വരുത്തും. ഓക്കെ, സാരീസിലാവുമ്പോഴേ ഏത് ടൈപ്പ് സാരീസ്? അതെല്ലാം ഉണ്ട്. നമുക്ക് ഡെയിലി വെയേഴ്സ് ഉണ്ട്, പിന്നെ കാഞ്ചൂരം ഉണ്ട്, ഡിസൈൻ ഞങ്ങൾ ഡിസൈൻ ചെയ്ത സാരീസ് ഉണ്ട്, ഹാൻഡ് വർക്ക് ചെയ്ത സാരീസ് ഉണ്ട്, അങ്ങനെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇനി മീനു ഒറ്റയ്ക്കാണോ പോയി ഷോപ്പ് ചെയ്യുന്നതും കാര്യങ്ങളും? ആ ഒരു സൈഡിൽ മീനുവിനെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഞാൻ അവിടെ പോവും. ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ലക്ഷ്മി എന്ന ചേച്ചീൻ്റെ കൂടെ വരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ മിതുഷ ചേച്ചി, ഞങ്ങൾ ഹൈദരാബാദിൽ പോകുമ്പോൾ മിതുഷ ചേച്ചി എനിക്ക് കൂടുതൽ സെലക്ഷൻസ് ഒക്കെ പറഞ്ഞു തരാറുണ്ട്. ഞങ്ങൾ അങ്ങനെയും ചെയ്യും. പിന്നെ അതെല്ലാം ഞാൻ പോകുമ്പോൾ എനിക്ക് തോന്നുന്ന ഇഷ്ടമുള്ള സാരീസ് ഞാൻ കളക്ട് ചെയ്ത് കൊണ്ടുവരാറുണ്ട്. അത് ഞാൻ അമ്മയും കാണിക്കാറുണ്ട്. അമ്മയ്ക്കും അത് കുഴപ്പമില്ലാതെ പോകുന്ന അമ്മയും അങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു ഇഷ്ടപ്പെടാതെ ആരും അങ്ങനെ പോയിട്ടില്ല. വന്നവരെല്ലാവരും ഒരു സാരികൾ എടുക്കാതെ പോയിട്ടില്ല. ഇപ്പോൾ പല പോപ്പുലർ ബ്രാൻഡ്സും അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസും ബുട്ടീക്സും ഒക്കെ പ്ലസ് സൈസിലുള്ള മോഡൽസിനെ വെച്ച് തന്നെ അവരുടെ ബ്രാൻഡിനെ അവർ ഹൈലൈറ്റ് ചെയ്യാറുണ്ട് അല്ലേ? അതൊക്കെ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് നമ്മളുടെ ഇടയിൽ വന്നിരിക്കുന്ന ഒരു ചേഞ്ചസ് ആണ്. അത് നമ്മുടെ സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. പണ്ടൊക്കെ നമ്മൾ പെട്ടെന്ന് മോഡൽ എന്ന് പറയുമ്പോൾ എപ്പോഴും സ്കിന്നി ആയിട്ടുള്ള അങ്ങനെ മാത്രം കണ്ടിരുന്നോടത്തു നിന്നാണ് പെട്ടെന്നൊരു പ്ലസ് സൈസ് മോഡൽ വരുന്നു. അവിടെ അത് ടോക്ക് ഓഫ് ദ ടൗൺ ആവുന്നു. അവര് നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടം പിടിച്ചു പറ്റുന്നു. അപ്പം അത്തരത്തിലുള്ള അഡ്വർടൈസ്മെന്റ് കണ്ടപ്പോഴൊക്കെ മീനുവിന് എപ്പോഴെങ്കിലും ഒക്കെ അങ്ങനെയൊക്കെ തിങ്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ടോ? ഞാനിപ്പം പ്ലസ് സൈസ് തുടങ്ങാൻ ശ്രമിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ. അപ്പോൾ അവരെയും കൊണ്ട് ഒരു ഫാഷൻ ഷോ കണ്ടക്ട് ചെയ്യണമെന്നുണ്ട്. കാരണം ഈ പ്ലസ് സൈസ് ഉള്ളവർക്ക് അവരെ മാറ്റി നിർത്തും. കാരണം ഇപ്പം ഞാൻ കൂടുതലും ഇപ്പം നമുക്ക് സാരി ഉടുക്കുമ്പോൾ ഒത്തിരി മെലിഞ്ഞ് ഉള്ള ആൾക്കാരെയും കൊണ്ട് ഉടുപ്പിക്കുമ്പം സാരിക്ക്
അത്രേ ഒരു എൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒരു വണ്ണമുള്ള ആള് ഉടുക്കുമ്പോഴാണ് സാരി പണ്ട് തൊട്ടേ ഈ മീനുവിന് അതാണ് ഇഷ്ടം. എനിക്ക് അതാണ് ഇഷ്ടം. കാരണം അങ്ങനെ അവരുടുക്കുമ്പോഴാണ് ഒരു പ്രത്യേകത, സാരിക്കൊരു ഭംഗിയും അവർക്കൊരു ഭംഗിയും ഒക്കെ തോന്നുമ്പോൾ എനിക്ക് അതാണ് ഇഷ്ടം. പക്ഷെ എനിക്ക് അങ്ങനെ ചോദിക്കുമ്പോൾ ചിലവർക്കൊക്കെ മുന്നിൽ വരാൻ ഒരു ബുദ്ധിമുട്ടാവും. കാരണം അവർക്ക് വണ്ണം തോന്നിക്കുവോ ഇങ്ങനെ അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ ഇതുണ്ട്. അപ്പം എനിക്ക് അവരെ വെച്ചിട്ടൊരു മോഡലിംഗ് ചെയ്യണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അപ്പൊ മീനാക്ഷി ബുട്ടീക്ക് കാരണം വണ്ണമുള്ളവരാരും ഇനി പുറകോട്ട് നിന്ന് എനിക്കത് പറ്റില്ല അങ്ങനെ നിന്ന് പോവരുത്. അത് അങ്ങനെ ഇപ്പൊ ഒരുപാട് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ ഇത്തരത്തിലുള്ള കുറച്ച് നല്ല ബ്രാൻഡ്സ് ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. മോഡലിംഗ് തന്നെ പ്ലസ് സൈസസിലുള്ള ആൾക്കാരും വന്നിട്ട് മോഡലിംഗ് ചെയ്തിട്ട് ഇപ്പൊ ബോഡി ഷെയ്മിങ് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. ഇപ്പൊ അങ്ങനെ സൊസൈറ്റി മാറി. അങ്ങനെ ഉണ്ടെങ്കിലും അതുണ്ട്, ബോഡി ഷെയ്മിങ് നല്ല രീതിയിലുണ്ട്. കാരണം ഇപ്പം ഞാൻ പല പോസ്റ്റുകൾ ഇടുമ്പോഴും അതിലും കമന്റ്സ് വരാറുണ്ട്. മീനു ഫേസ് ചെയ്തിട്ടുണ്ട്. ഫേസ് ചെയ്ത് ഇപ്പൊ ഞാനിപ്പം ബോട്ടിക്ക് തന്നെ ഇപ്പൊ എന്റെ വീഡിയോസ് തന്നെ ഞാൻ ഇൻസ്റ്റയിൽ ഇടുമ്പോൾ തന്നെ ഒരുപാട് കമന്റ്സ് എനിക്കും വരാറുണ്ട്. ഇങ്ങനെ ബോഡി ഷെയിം ചെയ്തിട്ടുള്ള ഇതൊക്കെ എനിക്ക് വരാറുണ്ട്. അത് നമുക്ക് പറയാം. ഇപ്പം അങ്ങനെ ഇപ്പം ഒരുപാട് പേര് വണ്ണമുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയാം. പക്ഷെ അതുപോലെ തന്നെ കൂടുതൽ പേര് സപ്പോർട്ട് ചെയ്യാം. അവർക്ക് അംഗീകരിക്കാൻ പറ്റത്ത അവർ കൂടുതലും ആഗ്രഹിക്കുന്നത് സ്ലിം ആയിട്ടുള്ള ആൾക്കാരെയാണ്. വണ്ണമുള്ളവർ ഇപ്പോഴും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാത്തവരും ഉണ്ട്. കാരണം നമ്മൾ ഇടുമ്പോൾ അറിയാം, നമുക്ക് ഓരോ ഇപ്പം എൻ്റെ തന്നെ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിൽ വന്ന്, പക്ഷെ അത് ഫേക്ക് അക്കൗണ്ടാണ്. ചിലപ്പോൾ എന്നെ അറിയാവുന്നവർ തന്നെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഇടുന്നതാണോന്നും അറിയത്തില്ല. അവരിതുപോലെ ഇങ്ങനെ മെസ്സേജുകൾ ഇടാറുണ്ട്. അതെന്ത് പറഞ്ഞാലും നമ്മുടെ സൊസൈറ്റിയിൽ രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുള്ളപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരും അല്ലെങ്കിൽ നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്ന ആൾക്കാരും നമ്മുടെ ഇടയിൽ ഉണ്ടാവും. ആൾക്കാരുടെ ഇഷ്ടം പലതും പലതായിരിക്കില്ലേ. അപ്പോൾ മീനു ഇത്തരത്തിലുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മീനു ഇപ്പൊ പറഞ്ഞു മീനു ഒരുപാട് ബോഡി ഷെയ്മിങ്ങിന് അതിന്റെ ഒരു വിക്ടിം ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് മീനുവിന് ഈ ഒരു ഒബീസിറ്റി ഇത് വന്നതൊക്കെ അടുത്ത കാലത്താണോ അതോ ചെറുപ്പം മുതലേ? ചെറുപ്പമൊട്ടെ വണ്ണമുള്ള ഒരാളാണ്. കാരണം ഞങ്ങളുടെ ഫാമിലിയെ വണ്ണമുള്ള ആൾക്കാരാണ്. കാരണം അമ്മയൊക്കെ ഒബീസാണോ? അമ്മയ്ക്ക് അത്ര ഇല്ലെങ്കിലും പപ്പയുടെ ഒരു ഫാമിലീസ് എല്ലാവരും നല്ല വണ്ണമുള്ള ആൾക്കാരായിരുന്നു. അങ്ങനെ ഒരു പിന്നെ എനിക്ക് ഒബിസിറ്റി കൊച്ചിലോട്ടെ അങ്ങനെ ഒരു അതുണ്ട് ഒരു ഇതാണ്. കാരണം എൻ്റെ ചേച്ചിമാർക്കാണെങ്കിലും പപ്പയുടെ അനിയന്മാർക്കാണെങ്കിലും പപ്പയ്ക്കാണെങ്കിലും പപ്പയുടെ ഒരു ഫാമിലി ഫുൾ ഒബിസിറ്റി ഉള്ള ആൾക്കാരാണ്. അപ്പൊ ഞാൻ ജിമ്മുകളിലൊക്കെ പോവാറുണ്ട്. അവിടുന്നും എനിക്ക് ഒരുപാട് ബോഡി ഷെയ്മിങ്സും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇവിടെ എറണാകുളത്ത് 2 ജിമ്മുകളിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പേര് പറയുന്നില്ല. പക്ഷെ ആ 2 ജിമ്മുകളിലും എനിക്കിതുപോലെ ബോഡി ഷെയ്മിങ്സുകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്ക് പിന്നെ വേറൊരു ജിമ്മിൽ പോകുമ്പോഴും നമുക്ക് മനസ്സും കൊണ്ടൊരു മടുക്കും. കാരണം നമ്മളിപ്പോ എവിടെ പോയാൽ ഇത് തന്നെയാണെന്ന് ഇപ്പം ആ ജിമ്മുകാരും പറയും എനിക്ക് വട്ടാണെന്നും എനിക്ക് അസുഖം ഇത് ഇങ്ങനത്തെ തോന്നലാണെന്നും ഒക്കെ അവർ തന്നെ പറഞ്ഞു പരത്തും. അതുകൊണ്ട് നമുക്കൊരു മനസ്സിന് സന്തോഷത്തോടെ നമുക്കൊരു ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാൻ പറ്റാതെ. അതെ, വർക്കൗട്ട് നമ്മളൊന്ന് മെലിയാനായിട്ട് വർക്കൗട്ട് ചെയ്താൽ പോകുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് എഗെയിൻസ്റ്റ് ആൾക്കാർ ടീസ് ചെയ്യണോ അല്ലെങ്കിൽ നമുക്ക് എഗെയിൻസ്റ്റ് ബോഡി ഷേമിങ് പറയുന്നു പറയുമ്പോൾ നമ്മളെ ശരിക്കും അത് ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. അപ്പം അത് വല്ലാതെ അപ്പം മീനു ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ടാവണം അല്ലേ? ബോഡി ഷേമിങ് ഒരുപാട് ബുദ്ധിമുട്ടി. കാരണം വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെ ആക്ച്വലി ഞാൻ എറണാകുളത്ത് വന്നത് തന്നെ. അപ്പം അവിടെ വന്നു കഴിഞ്ഞിട്ട് അവിടെയും പക്ഷെ ഞാൻ കുറച്ച് വണ്ണം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ വന്നിട്ടും നമ്മൾ ഒരുമാതിരി ബോഡി ഷെയ്മിങ് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട്. കുറേയൊക്കെ ഞാൻ കണ്ടില്ല കേട്ടില്ല. നമുക്ക് എത്ര എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കണ്ടില്ല കേട്ടില്ല. നമ്മളത് കംപ്ലൈന്റ് അവിടുത്തെ മാനേജ്മെന്റ് കംപ്ലൈന്റ് ചെയ്തിട്ടും അവിടുത്തെ കാരണം ആൾക്കാരല്ല കളിയാക്കുന്നത്, ട്രെയിനേഴ്സാണ് കളിയാക്കുന്നതോ? കളിയാക്കുന്നത് ട്രെയിനേഴ്സാണ്. അവിടുന്ന് വരുന്ന ആൾക്കാർ തമ്മിൽ അങ്ങനെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ ട്രെയിനേഴ്സ് തമ്മിൽ എന്നെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ടായിരുന്നു. അത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ്. നമ്മളെ ട്രെയിൻ ചെയ്ത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യേണ്ട ആൾക്കാരാണ്. നമ്മൾ ഈ പ്രശ്നം മാനേജ്മെന്റ് പറഞ്ഞപ്പോഴും മാനേജ്മെന്റ് ആദ്യം നമുക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നിട്ട് പിന്നെ അവരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അവരുടെ ആൾക്കാരെ സപ്പോർട്ട്. കാരണം അവരങ്ങനെ പറഞ്ഞിതാക്കുക. നമ്മുടെ വണ്ണമുള്ളവർക്ക് മൈൻഡ് അങ്ങനെയാണ്. അവർ വർക്കൗട്ട് ചെയ്യുമ്പം കുറേ ആൾക്കാർ നോക്കുന്നു. ആ ഒരു രീതിയിൽ അവരങ്ങനെ ആക്കി തിരിച്ചു. പിന്നെ എനിക്കത് പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി ഇതാക്കേണ്ടി വന്നു. കാരണം നമ്മളെ ഒരുമാതിരി മെൻ്റലി
നമുക്ക് പ്രശ്നമുണ്ടെന്നുള്ള രീതിയിൽ അവരങ്ങനെ ആക്കി തീർക്കാനൊക്കെ ശ്രമിച്ചായിരുന്നു. ഓ പിന്നെ അത് ഞാൻ എൻ്റെ അഡ്വക്കേറ്റിനെ കണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി അതങ്ങനെ തീർത്ത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു ജിമ്മിൽ ഇതുപോലെ വർക്കൗട്ട് ചെയ്യാൻ പോയപ്പോഴും ഈ ജിമ്മുകാരും അവരും തമ്മിൽ കണക്ട് ചെയ്തിട്ട് എന്നെ ആ ഒരു രീതിയിലാക്കാനുള്ള ശ്രമിച്ച് ഇതാക്കുക. നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് അവിടെ ചെയ്യുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ അവർ ചെയ്യുന്നതെന്ന് എനിക്കിപ്പോഴും, അതുകൊണ്ട് എനിക്ക് വേറൊരു ജിമ്മിലേക്ക് മനസ്സുകൊണ്ട് പോവാൻ എനിക്ക് മടിയാണ്. കാരണം അവിടെ വരുന്ന ആൾക്കാരാ ഇങ്ങനെ ആക്കുന്നതിൽ നമുക്ക് വിഷയമില്ല. അവിടുത്തെ ട്രെയിനേഴ്സ് തന്നെ ഇങ്ങനെ ശരിക്കും അതെ, നമ്മളത് അവരുടെ സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള ഒരു ധൈര്യത്തിലാണല്ലോ ആരാണെങ്കിലും നമ്മൾ ജിമ്മിലേക്ക് ചെല്ലുന്നത്. അവിടെ നമ്മളെ ട്രെയിൻ ചെയ്യേണ്ട ആൾക്കാരെ നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് ഏറ്റവും കൂടുതൽ താങ്ങാൻ പറ്റാത്തൊരു വേദന തന്നെ. എനിക്കൊരു പേഴ്സണൽ ട്രെയിനർ ഉണ്ടായിരുന്നു. അവനായിരുന്നു കൂടുതലും എനിക്ക് സപ്പോർട്ട് ചെയ്ത്, അവനായിരുന്നു അവരെതിരെ ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് നിന്നതൊക്കെ. ഓക്കെ, അതുകൊണ്ട് പിന്നീട് ഇപ്പൊ വേറെ ജിമ്മൊന്നും ചെയ്യുന്നില്ല, വർക്കൗട്ടും ചെയ്യുന്നില്ല. മനസ്സും കൊണ്ട് നമുക്ക് ചെയ്യാൻ അവിടെ ചെല്ലുമ്പോഴും നമുക്ക് ടെൻഷൻ, ഇവരിനിയും അവിടെയും ഇതുപോലെ ആൾക്കാരെ ബ്രെയിൻ വാഷ് ചെയ്ത് നമ്മളെ ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഇപ്പം എനിക്കൊരു മെൻ്റലി പ്രോബ്ലം ആണെന്ന് അവർക്ക് വരുത്തി തീർക്കും. കാരണം ആദ്യത്തെ ജിമ്മിൽ അവർക്ക് ഒരുപാട് ഞാൻ കാരണം അവരിതായി. കാരണം ഞാൻ ഇതിനു വേണ്ടി തന്നെ പത്തനംതിട്ടയിൽ ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിവിടെ കൊച്ചിയിൽ വന്ന് താമസം ചെയ്തത്. അപ്പം അതുകൊണ്ട് ഇവരിങ്ങനെ തുടങ്ങിയപ്പം ഇപ്പം എനിക്ക് മൂന്നാമതൊരു ജിമ്മിൽ പോകുമ്പോൾ അവർ ഇതുപോലെ അവിടെയും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അത് എനിക്ക് തന്നെ ഒരു ഇഷ്യൂ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ജിമ്മിലൊന്നും പോവാതെ പിന്നെ ഞാൻ അങ്ങനെയാണ്. പിന്നെ അങ്ങനെയും കുറേ മാനസികമായി എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഞാനൊരു പിന്നെ ഒരു ബിസിനസ്സിലേക്ക് കിടന്ന് അങ്ങനെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ വണ്ണം കുറയ്ക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, കുറയ്ക്കുകയും ചെയ്യും. അതിപ്പോൾ ഇതൊന്ന് സെറ്റായി കഴിഞ്ഞിട്ട് ഇതിനുള്ള മറുപടി ഞാൻ കൊടുക്കാനായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ മെഡിക്കലി എന്തെങ്കിലും നോക്കിയോ, അതില്ല സർജറിയോ? അങ്ങനെ സർജറി ഒക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു, ഞാൻ ഡോക്ടേഴ്സിനൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിൽ നിന്നും എങ്ങനെ അത് പിന്നെ മുന്നോട്ട് എങ്ങനെ നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാവുമോ ഒന്നിപ്പം ഇപ്പം ഒരു ഇഞ്ചക്ഷൻസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പം വന്നതേ ഉള്ളൂ. അതൊക്കെ എത്രമാത്രം നമുക്ക് പിന്നെ മുന്നോട്ടുള്ള എങ്ങനെയാവും എന്നൊന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലവർ പറഞ്ഞു ഇത് കഴിയുമ്പോൾ പിന്നെ ഇരട്ടി വണ്ണം വെക്കും. മീനു ഇപ്പൊ പറഞ്ഞ ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം ഈ അടുത്ത കാലത്ത് സംഭവിച്ചതാണ് അല്ലെ? പക്ഷെ മീനു പറയണ്ടായി ചെറുപ്പം മുതലേ മീനുവിന് വണ്ണമുള്ള ഒരു കുട്ടിയായിരുന്നു എന്നുള്ളത്. അപ്പം പഠിക്കുന്ന സമയത്ത് അല്ലെ ടീനേജിലോ കോളേജിലേക്ക് വന്ന സമയത്തോ അന്നൊന്നും അപ്പൊ മീനുവിന് ഈ ഒരു വണ്ണം ഇതൊന്നും മീനു ഒട്ടും ബോധേഡായിരുന്നില്ലേ? കൊച്ചിലോട്ട് എനിക്ക് വണ്ണത്തിനെ പറ്റി ഇങ്ങനെ കളിയാക്കൾ കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് നേരത്തെയൊക്കെ ഞാൻ ബോർഡിങ്ങിലായിരുന്നു, ഒരു 8th വരെ ബോർഡിങ്ങിലായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം അന്ന് അവിടെ ഒന്നും എനിക്കങ്ങനെ ഒരു വണ്ണത്തിൻ്റെ ഒരു ഇഷ്യൂസെ പറ്റി അങ്ങനെയൊന്നും എനിക്കങ്ങനെ ആരും എന്നെ കളിയാക്കും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ 8th തൊട്ട് 9th തൊട്ട് ഞാൻ ഡേ സ്കോളേഴ്സ് ആയിട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഞാൻ ലൈൻ ബസ്സിൽ പോവായിരുന്നു. എനിക്ക് അങ്ങനെ ലൈൻ ബസ്സിൽ പോയി പരിചയമില്ലായിരുന്നു. ആദ്യമായിട്ടാണ് 9th പഠിക്കുമ്പോൾ പോയിരുന്നത്. അപ്പോൾ അന്നൊക്കെ എനിക്ക് നല്ല വണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പോകുമ്പം കണ്ടക്ടർ എന്നെ മാറ്റി നിർത്തും. കാരണം ഒരാൾ നിൽക്കുന്ന സ്ഥാനത്ത് 4-3 പേർക്ക് നിൽക്കാൻ, അല്ല ഞാൻ നിൽക്കുന്ന സ്ഥാനത്ത് 4-3 പേർക്ക് നിൽക്കാൻ പറ്റുമെന്ന് അവരെന്നോട് അങ്ങനെ പറയുമായിരുന്നു. അത് മാറി നിൽക്കാനൊക്കെ പറയും. കാരണം അന്നൊക്കെ ഒരു എന്തോ ഇങ്ങനെ ഇതുണ്ട്, സ്കൂൾ കുട്ടികൾക്ക് പൈസ കുറച്ച്. അപ്പം അങ്ങനെ വണ്ണമുള്ള ഒരാൾ അവിടെ അങ്ങനെ ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് 3 ആൾക്കാരുടെ പൈസ പോകാൻ നിൽക്കാൻ സ്ഥലം കിട്ടത്തില്ല അങ്ങനെയൊക്കെ പറയായിരുന്നു. ചിലർ കേട്ടാതെ പോയിട്ടുമുണ്ട് ഞാൻ നിൽക്കുമ്പോൾ തന്നെ. അപ്പം അങ്ങനെ ഞാൻ പപ്പയായിട്ട് പറയാം, അപ്പം എനിക്ക് അങ്ങനെ ലൈൻ ബസ്സിൽ പോകാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയാം. പിന്നെ പപ്പയായിരുന്നു എന്നെ സ്കൂളിൽ കൊണ്ടുപോവുകയും വിളിക്കാൻ വരികയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാൻ പഠിച്ചിട്ട് അങ്ങനെ കാറുമായിട്ടായിരുന്നു കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്. ഓ, അപ്പൊ അന്ന് മുതലേ ഫേസ് ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള ബോഡി ഷേമിങ്. അതെ അല്ലേ? പക്ഷെ അന്നൊക്കെ പപ്പ എനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ സപ്പോർട്ട്. അന്ന് പപ്പ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തന്നെ പോലീസ് സ്റ്റേഷനിലൊന്നും പോകേണ്ടി വരത്തില്ല. അത് അവിടെ തന്നെ പപ്പ അത് തീർക്കും. അതുള്ളത് ആംബിയർ എൻ്റെ അപ്പയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഒരാളും അങ്ങനെ കളിയാക്കാൻ വരത്തുമില്ലായിരുന്നു. ആ ഒരു പ്രായത്തിലൊക്കെ എൻ്റെ മീനു ബസ്സിൽ കയറുമ്പോൾ കണ്ടക്ടർ വരെ, കാരണം കുട്ടികൾക്കൊക്കെ അന്ന് പാസ് ഉണ്ടാവുമല്ലോ, അപ്പം എസ്റ്റി പൈസ ഒക്കെ ആയിട്ട് നമ്മൾ കൊടുത്താൽ മതിയായിരുന്നു. അപ്പൊ കണ്ടക്ടർ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അതും മീനുവിന്റെ അടുത്ത് അങ്ങനെ പറയുമ്പോൾ
ആ ഒരു കുട്ടിയുടെ മനസ്സിനെ അത് എത്രത്തോളം അതെ അതെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. അതെ അപ്പം മീനു എന്ന് പറഞ്ഞ കുട്ടി ഇത് ആ ഒരു വിഷമൊക്കെ എങ്ങനെയാ മീനു അത് എങ്ങനെയാ അതൊക്കെ? അതൊക്കെ എനിക്ക് അത് മാത്രം ഒരുപാട് വിഷമങ്ങളുണ്ട് മാം. അത് ഞാൻ പിന്നെ അത് പുറത്ത് ഞാൻ എൻ്റെ പപ്പയോടായിരുന്നു എല്ലാം ഷെയർ ചെയ്യുക. പപ്പയായിട്ട് അപ്പം പപ്പ എനിക്ക് അതുപോലെ പപ്പയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. അതിൽ ഭയങ്കര അറ്റാച്ച്. ഞാൻ ഇളയ കുട്ടി ആയതുകൊണ്ട് പപ്പ അടുത്തായിരുന്നു സ്ഥിരമായിട്ട് ഞാൻ നിൽക്കുന്നതും എല്ലാം. കാരണം ഇപ്പം എൻ്റെ ചേച്ചിമാർക്കും പപ്പ അതുപോലെ സപ്പോർട്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് പപ്പയുണ്ട്. പപ്പയുണ്ട് ഞങ്ങളുടെ കൂടെ. അപ്പം നമുക്ക് എന്ത് ഇഷ്യൂ നമുക്ക് ഫേസ് ചെയ്യാനുള്ള ധൈര്യം കിട്ടും. ഉം. ഇപ്പോൾ പുറത്തോട്ട് പോയാൽ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ ഉടനെ ഞങ്ങൾ പപ്പയെ വിളിക്കും. അപ്പം നമുക്ക് സപ്പോർട്ടാണ്. കാരണം എൻ്റെ പപ്പയുടെ പവർ എന്ന് പറഞ്ഞാൽ അത്രയും നല്ല, എനിക്ക് പപ്പയെ പൊക്കി പറയുന്നതല്ല, നമുക്ക് പപ്പയുടെ പവർ അത്രയും നല്ല പവറാണ്. കാരണം ഇപ്പം ഞങ്ങളെ ഒരാൾ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ പപ്പ അതിനുള്ള മറുപടി ആൾക്ക് കൊടുത്തിരിക്കും. പിന്നെ അയാൾ ജീവിതത്തിൽ അയാൾ ആരെയും കളിയാക്കത്തില്ല. കാരണം അത്രയ്ക്കും സ്ട്രോങ് ആയിരുന്നു എൻ്റെ പപ്പ. ആ പപ്പയാണ് ഞാനിപ്പോൾ മിസ് ചെയ്യുന്നത്. കാരണം ഒരുപാട് സിറ്റുവേഷൻസിലൂടെ ഞാൻ അത് മിസ് ചെയ്യാറുണ്ട്. കാരണം ഇത്രയും എൻ്റെ ചേച്ചിമാരും ഞാൻ മാത്രമല്ല, എൻ്റെ ചേച്ചിമാരും പപ്പ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് ഒരുപാട് അവർ ഒരുപാട് സ്ട്രഗിൾ കൂടെ പോയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല അവരും പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾ 3 പെൺകുട്ടികൾക്കും, കാരണം ഈ മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് കളിയാക്കൽ ഉണ്ടാവുമ്പോഴും എല്ലാം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ വിഷമം മാറ്റുന്നത് പപ്പ കംപ്ലീറ്റ് നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന പപ്പയാണ്. ആ പപ്പയായിരുന്നു. ഒരു സ്ട്രോങ് പില്ലറാണ് ഇപ്പൊ മീനുവിനും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾക്ക് മിസ് ചെയ്യുന്നത്. ഓ, എനിക്ക് ശരിക്കും മനസ്സിലാക്കാവുന്നു മീനു ആ ഒരു പെയിൻ എത്രത്തോളാണ് നിങ്ങളിപ്പോൾ ഗോ ത്രൂ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ എന്ത് വിഷമം ആരുടെ കളിയാക്കലുണ്ടായിരുന്നാലും അതെല്ലാം അച്ഛൻ്റെ ആ ഒരു ചേർത്ത് പിടുത്തലിൽ നിങ്ങൾക്ക് അതൊക്കെ നിങ്ങൾ മറന്നു പോയിരുന്നു അല്ലേ? അതെ അതെ പിന്നീട് ഇപ്പം വീണ്ടും ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും മീനു വീണ്ടും വീണ്ടും ഇതേ ബോഡി ഷേമിങ്ങിലൂടെ തന്നെയാണ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഉള്ളൊരു ഉത്തരം എന്നുള്ള രീതിയിലാണ് മീനു ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ പലതവണ കേട്ട് കേട്ട് മീനു ഇന്നിപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയായോ? ഇപ്പം എനിക്ക് അങ്ങനെ കളിയാക്കുന്ന ഒരു പ്രശ്നമേ അല്ല. കളിയാക്കാത്തതാണ് ഇപ്പോൾ പ്രശ്നം. കാരണം നമ്മളിപ്പം അത് ഞാനതൊന്നും മൈൻഡ് ആക്കാറില്ല. കാരണം നമ്മുടെ സമൂഹം ഇങ്ങനെയാണ്. വണ്ണുള്ളവരെ ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല. വണ്ണില്ലാത്തവരെ ഒരു സ്ത്രീയുടെ ഒരു ലുക്കിൽ അവർ കാണുകയുള്ളൂ. കാരണം വണ്ണുള്ളവർ അവർക്ക് ഇപ്പം അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഭൂരിപക്ഷം പേരും അക്സെപ്റ്റ് ചെയ്യാത്തവരാണ്. കാരണം ഇപ്പം ഞാനൊരു പോസ്റ്റ് ഇട്ടാലും അതിൻ്റെ അടിയിൽ വരുന്ന കമൻസ് കാണുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. എന്നാലും കുറേ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. ഒരുപാട് പേര് ലൈക്ക് അടിക്കുകയും ഒരുപാട്, അതിൽ 2-3 പേര് ഇതുപോലെ നെഗറ്റീവ് കമൻസ്. അത് അവരുടെ ഒറിജിനൽ അക്കൗണ്ടും അല്ല, ഫേക്ക് അക്കൗണ്ടിലാണ്. പക്ഷെ ഇങ്ങനെ മൾട്ടിപ്പിൾ പല രീതിയിലുള്ള അനുഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മീനു ഇപ്പൊ വളരെ സ്ട്രോങ് ആയി, വളരെ കോൺഫിഡന്റ് ആയി, ബോധേഡ് അല്ല അല്ലെ? നിങ്ങൾ പറയുന്നവർ പറഞ്ഞോട്ടെ, ഞാൻ ഇങ്ങനെയാണെന്നുള്ള രീതിയിലാണ് ഇപ്പൊ മീനു നിൽക്കുന്നത്. അപ്പൊ ഇപ്പൊ മീനുവിന്റെ ബുട്ടീക്കിന്റെ മോഡലിംഗ് ആയിക്കോട്ടെ, മീനു തന്നെ ഇപ്പൊ ഓണത്തിന് ഒരു ഫോട്ടോ സെഷൻ ചെയ്തു. ആ സമയത്തൊക്കെ ഫോട്ടോയെ ഫേസ് ചെയ്യാനുള്ള മീനുവിന് കോൺഫിഡൻസ് ഒക്കെ കിട്ടി അല്ലേ? കാരണം എന്നെ കണ്ടിട്ടാണ് എൻ്റെ കസ്റ്റമേഴ്സ് വരേണ്ടത്. കാരണം ഇപ്പോൾ ഒരു വലിയൊരു പ്രൊഫഷണൽ മോഡലിനെ കൊണ്ടുവിട്ടിട്ട് ആ രീതിയിലോട്ട് പോകണമെന്ന് എനിക്ക് താല്പര്യമില്ല. കാരണം എൻ്റെ എൻ്റെ കസ്റ്റമേഴ്സാണ്. കാരണം അവർക്ക് വേണ്ടത് ഞാനാണ്. എന്നെ കണ്ടിട്ടാണ് അവർ, കാരണം എന്നെ വിശ്വസിച്ചാണ് അവർ എൻ്റെ കടയിലേക്ക് വരുന്നത്. അപ്പം അവർക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കേണ്ടത് ഞാനാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ തന്നെ ഫേസ് ആയിട്ട് ഒരു മോഡലായിട്ട് ഞാൻ തന്നെ നിന്നത് ബോർഡിങ്സിലൊക്കെ. ഓക്കെ. അപ്പൊ അതാണ് പ്ലസ് സൈസിലുള്ള ആൾക്കാരുടെ അവരുടെ ആ ഒരു ഇമോഷൻ, അവരുടെ പെയിൻ, അത് ശരിക്കും മീനുവിന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മീനു സ്വന്തമായിട്ടൊരു ബ്രാൻഡ് തുടങ്ങാനുള്ള ഒരു ഐഡിയ എടുത്തതും അതിന്റെ മോഡലായിട്ട് മീനു തന്നെ വന്ന് നിൽക്കുന്നതും അല്ലേ? വാവ്, സൂപ്പർ. ഇപ്പൊ മീനുവിന് എന്താ പറയാ, മീനുവിന് ഇത്തരത്തിലുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഇനിയിപ്പോ കൂടുതലായിട്ട് നേരിട്ട് കാണാൻ പോവാണ് ഫിസിക്കൽ സ്റ്റോറും കൂടെ വന്നു കഴിയുമ്പോൾ അല്ലെ? എന്നാലും ഓൺലൈനിലൂടെയും ഇത്തരത്തിലുള്ള പ്ലസ് സൈസസ് ഒക്കെ ഇപ്പൊ കൊടുത്തു തുടങ്ങിയതിന് ശേഷവും മീനുവിന്റെ കസ്റ്റമേഴ്സിന്റെ സൈഡിൽ നിന്നും കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാ? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പം നമ്മൾ അവർ പറയുന്ന, ഇപ്പം നമ്മൾ സ്റ്റിച്ചിങ് കൊടുത്താൽ പോലും ഇപ്പം അവർക്കൊരു ഐഡിയ കാണത്തില്ല എങ്ങനെ തയ്ക്കണം എന്നുള്ള ഒരു ഐഡിയ അവർക്ക് കാണത്തില്ല. കാരണം നമ്മൾ ഒരാൾ വരുമ്പോൾ ആൾ നമ്മൾ മനസ്സിൽ പിച്ച് ചെയ്യും, എങ്ങനെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുക, ഇയാൾക്ക് എങ്ങനെയായിരിക്കും വണ്ണം തോന്നിക്കാത്ത രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ ആളെ കൊണ്ടുവരാൻ പറ്റുന്നത്, നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് മനസ്സിൽ കാണും. എന്നിട്ടാണ് നമ്മൾ ആൾക്ക് നമ്മൾ വരച്ച് ആൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, ഈ രീതിയിൽ തയ്ച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട്, ഇപ്പം വണ്ണം കുറേ ഞാൻ പറയുന്നില്ല, കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് 4 പേരുടെ മുന്നിൽ നിൽക്കാൻ പറ്റും. മീനു പഠിച്ചത് കൊമേഴ്സും MBAയും ഒക്കെയാണ്. പക്ഷെ ഡിസൈനിങ്ങില് മീനു പഠിച്ചിട്ടില്ലല്ലോ. അപ്പം ഡിസൈനിങ്ങിൽ മീനുവിന്റെ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള ഒരു അറിവ് എത്രത്തോളാണ്? അതിന്
എങ്ങനെയാണ് മീനു മീനു ഞാൻ തന്നെ ഇപ്പം എനിക്കൊരു ടൈലർ യൂണിറ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ആ കുട്ടിയായിട്ട് ഞാൻ ഇതിൽ ഡിസൈനേഴ്സ് വേറെ സംസാരിക്കും. ഉണ്ട്. ഉണ്ട്. ഓക്കെ. അപ്പൊ ആ കുട്ടിയായിട്ട് ഞങ്ങൾ സംസാരിക്കാം. അപ്പൊ അവളുടെ സജഷൻസും പറയും, തയ്ക്കുന്ന ആളുടെ സജഷൻസും പറയും, പിന്നെ എന്റെ സജഷൻസും കൂടെ പറയും. എന്നിട്ടാണ് ഞങ്ങൾ ഒരു ഡിസൈന് എടുക്കുന്നത്. ഇപ്പൊ ഡിസൈനിങ്ങിൽ അപ്പൊ കുറച്ചൊക്കെ അറിവുകൾ കൂടുതലായിട്ട് നമ്മളത് പഠിക്കണമല്ലോ, കാരണം നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി പഠിച്ചെടുക്കണമല്ലോ. അപ്പൊ അത് കുറെയൊക്കെ ഓട്ടോമാറ്റിക്കലി പഠിച്ചെടുത്തു കേട്ടോ. അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും, ഇതിങ്ങനെ വന്നാൽ നല്ലതായിരിക്കും എന്നുള്ളത്. ഇപ്പൊ എന്റെ ഈ സ്റ്റിച്ചിങ് എല്ലാം അവള് തന്നെ ഡിസൈൻ ചെയ്ത് എടുത്തതാണ്. അപ്പൊ നമുക്ക് ഒരു കോൺഫിഡന്റ് ആയിട്ട് എവിടെയും പോവാൻ നമുക്ക് പറ്റും. കാരണം ഇപ്പൊ വണ്ണം ഉണ്ടെന്നും പറഞ്ഞു നമ്മൾ ആ ഒരു രീതിയിലല്ല, നമുക്ക് അവർക്ക് എങ്ങനെ ഒരു കംഫർട്ടായിട്ട് നമുക്ക് കൊണ്ടുപോകാം. അങ്ങനെ കുറെ കസ്റ്റമേഴ്സ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാരണം അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. കാരണം ചിലർ പറയും ഉള്ള വണ്ണനേക്കാളും ഈ ഡ്രസ്സ് ഇടുമ്പോൾ ഭയങ്കരമായിട്ട് വണ്ണം തോന്നിക്കും എന്ന് പറയും. നമുക്ക് അങ്ങനെ തോന്നിപ്പിക്കാതെ അവർക്ക് ഒതുക്കത്തിൽ അവർക്ക് നല്ല ഭംഗിയായിട്ട് നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പൊ അതിൽ കംപ്ലീറ്റ്ലി നിങ്ങളിപ്പം സാറ്റിസ്ഫൈഡ് ആണ്, ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. എന്നാലും ഇപ്പൊ സാരിയുടെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഓൺലൈനിലൊക്കെ എത്രയാന്ന് പറഞ്ഞാലും നമ്മളൊരു 1000 എണ്ണം വിറ്റിട്ടുണ്ടെങ്കിൽ അതിൽ 1 or 2 എങ്കിലും മോശപ്പെട്ട ഒരു അനുഭവമോ അല്ലെങ്കിൽ ഒരു ചാലഞ്ചോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഫേസ് ചെയ്തിട്ടുണ്ടാവണം മീനു. അത്തരത്തിൽ എന്തെങ്കിലും ഒരു ഡ്രോബാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എനിക്കങ്ങനെ സത്യം ഉണ്ടായിട്ടില്ല. എനിക്കങ്ങനെ സാരി മോശമായി ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാറുണ്ടായിരിക്കാം. പക്ഷെ ഇതുവരെ എനിക്ക് അങ്ങനെ ഉണ്ടാവുമായിരിക്കാം. പക്ഷെ ഇതുവരെ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. എന്റെ വാങ്ങിച്ച കസ്റ്റമേഴ്സ് ആരും ഒരു നെഗറ്റീവ് പറഞ്ഞ് ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. കാരണം ഞാൻ അതുപോലെ നോക്കി എടുക്കുകയുള്ളൂ. പിന്നെ എന്തെങ്കിലും വന്നെങ്കിൽ ചെറുതായിട്ടും വന്നിട്ടില്ല എനിക്ക്. ഇനി വരുമ്പം അന്നേരം ഇതുവരെ നമ്മൾ എടുക്കുന്നതെല്ലാം അതുപോലെ നമ്മൾ നോക്കി അങ്ങനത്തെ ഒക്കെ എടുക്കാറുള്ളൂ. കസ്റ്റമർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് മാറ്റിയെടുക്കാറുണ്ട്. പക്ഷെ ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു ഇത് എനിക്ക് വന്നിട്ടില്ല ആക്ച്വലി. ഇപ്പം ഡ്രസ്സിനെ കുറിച്ചൊന്നും അത്രയും ബോധേഡ് അല്ലാതിരുന്ന മീനു, അല്ലെങ്കിൽ അത്രയ്ക്കധികം ഡ്രസ്സിനോടുള്ള ഇഷ്ടമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ബിസിനസ് എന്നൊക്കെ പറയുമ്പോൾ വേറെ തന്നെയായിരുന്നു ബിസിനസ്, വേറെ ഓരോ കാര്യങ്ങളായിരുന്നു മനസ്സിലുണ്ടായിരുന്നില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് എന്താ പറയാ, പെട്ടെന്നൊരു നിമിഷം വന്നതാണ് ഈ ഡ്രസ്സിനോടുള്ള ഒരു ഇഷ്ടവും അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കുകയും ചെയ്ത്. എന്നിട്ട് ഇപ്പൊ 3 വർഷമായിക്കൊണ്ട് ഇതിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മീനുവിന് എന്താ തോന്നുന്നത്? ഇപ്പൊ ഉള്ള ഒരു ടേസ്റ്റും കാര്യങ്ങളും ഞാൻ കുറച്ചും കൂടി ഇതിലേക്ക് ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്. ഇപ്പൊ എനിക്ക് കുറച്ചും കൂടെ എനിക്കിത് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഇഷ്ടം. ആദ്യം എനിക്ക് ഒരു പേടിയായിരുന്നു. കാരണം മാം തന്നെ പറഞ്ഞു ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ ഫീൽഡിലുണ്ട്. ഇപ്പൊ എല്ലായിടത്തും നോക്കിയാൽ ഓൺലൈൻ സാരീസ് ആണ്, എവിടെ നോക്കിയാൽ അതാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഇത് കൊണ്ടുവരാൻ പറ്റും, ഏത് രീതിയിൽ കൊണ്ടുവരാം, എന്തെങ്കിലും ഒരു ഡിഫറൻറ്റ് കൊണ്ടുവന്നാൽ മാത്രമേ ആൾക്കാർ ഇതിലേക്ക് ശ്രദ്ധിക്കുകയുള്ളൂ. അല്ലാതെ നമ്മളൊരു സാരി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കാൻ, എല്ലാവർക്കും ഉണ്ട്. ഇപ്പം സെലിബ്രിറ്റീസ് ഉള്ള അവർക്കാരും കൂടുതൽ മുൻഗണന കൊടുക്കുക. നമ്മളെപ്പോലുള്ളവർക്ക് അധികം അവർക്ക് വിശ്വസിച്ചെടുക്കാൻ ഒരു വിശ്വാസ്യത കാണത്തില്ല. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു കസ്റ്റമർ എടുത്താൽ മാത്രമേ അവർക്കതൊരു വിശ്വാസം കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് ഞാൻ കുറെ എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്യുമായിരുന്നു. നല്ല രീതിയിൽ എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്യുമായിരുന്നു. അതിൽ നിന്ന് എനിക്ക് നല്ല രീതിയിൽ അങ്ങനെ കുറെ കസ്റ്റമേഴ്സ് വന്ന്, അങ്ങനെ ആ കസ്റ്റമേഴ്സ് വഴിയാണ് ഒരുപാട് പേര് നമുക്ക് വരുന്നത്. പിന്നെ റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് ആയി കാണും. അവർ നമുക്ക് സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സ് ആണ്. ഒരാൾ വാങ്ങിച്ചു വരുമ്പോൾ അവർക്ക് വിശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ സ്ഥിരമായിട്ട് വാങ്ങിക്കും. ഓക്കെ. അപ്പൊ ഇപ്പൊ നല്ല കോൺഫിഡൻസ് ആയി, ഡിസൈനിങ് ഇഷ്ടപ്പെട്ടു തുടങ്ങി, ഡിസൈനിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങി, മനസ്സിലാക്കാൻ തുടങ്ങി, അതിനകത്ത് ഫുൾ ഇൻവോൾവ് ആയി അല്ലെ? അങ്ങനെ ഇനി ജൂണില് നമ്മുടെ എറണാകുളത്ത് ഈ ഒരു മീനാക്ഷി ബുട്ടീക്ക് വരാൻ പോവുകയാണ്. ഡേറ്റ് ഒക്കെ തീരുമാനമായോ? ഇല്ല, തീരുമാനമായിട്ടില്ല. വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജൂണിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഡേറ്റ് ഫിക്സ് ആക്കിയിട്ടില്ല. ഓക്കെ. അപ്പൊ ഇനി അത് വന്നു കഴിയുമ്പോഴും ഓൺലൈനിലും ഉണ്ടാവുമോ? അത് ഓൺലൈനിലും ഉണ്ട്, ഫിസിക്കലായിട്ടും ഉണ്ട്. രണ്ടും ഉണ്ടാവും. ഞാനിപ്പം താമസിക്കുന്നത് റെന്റ് ഫ്ലാറ്റിലാണ്. അപ്പൊ അവിടെ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ അലൗഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ഫിസിക്കലായിട്ട് ഒരു ഷോപ്പ് എടുത്ത് മെയിനായിട്ടും എടുത്ത്. അതാകുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കസ്റ്റമേഴ്സ് വരാം, അവരുമായിട്ട് നമുക്ക് ഡീൽ ചെയ്യാം. അതിനൊരു പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല. നമ്മുടെ ഷോപ്പല്ലേ. അതെ. ഓക്കെ. അപ്പൊ ഇതിന് ശേഷം ഇനി ഒന്ന് നല്ല രീതിയിൽ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീനുവിന്റെ മനസ്സിൽ ഇതോടെ തന്നെ ഇങ്ങനെ തന്നെ പോവാന്നാണോ, അതോ നേരത്തെ മനസ്സിൽ വെച്ച് അച്ഛനും മകളും കൂടെ തമ്മിൽ പ്ലാൻ ചെയ്ത് വെച്ച്? അതാണ് എന്റെ മെയിൻ ഇത്. ഓക്കെ. അതിലേക്ക് എത്തും, എന്തായാലും അതിലേക്കാണ് എത്തും. അത് എന്റെ ഒരു സ്റ്റേജ്. ഇപ്പം ഞാൻ പപ്പയുടെ കൂടെ നിന്നേ മറ്റ് ബിസിനസ്സിലൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ സ്വയമായിട്ട് ഞാൻ ഇറങ്ങി തിരിച്ചിട്ടില്ല. സ്വയമായിട്ട് ഇറങ്ങി തിരിച്ചത് ഇതാണ്. അപ്പൊ എനിക്കൊന്ന് പഠിക്കാനും കൂടെ ഒരു
സംഭവം കൂടെയാണ് ഈ മീനാക്ഷി ബോട്ടിക്ക്. എങ്ങനെയൊക്കെ ഫേസ് ചെയ്യാൻ പറ്റും, ആരൊക്കെ നമ്മൾ ഇതാക്കാൻ വരും, അതെൻ്റെ ഒരു പഠനത്തിൻ്റെ ഒരു ഇതും കൂടെ വേണ്ടിയിട്ടാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഞാൻ പപ്പയുടെ കൂടെ ഉണ്ടായിരുന്ന അത് ഞാൻ കൊണ്ടുവരും. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളൊരു കോൺഫിഡൻസ് ഗെയിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സും കൂടിയായിരുന്നു ഈ മീനാക്ഷി ബുട്ടീക്കിന്റെ ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. അപ്പൊ മീനു പറഞ്ഞു വേറൊരു കസ്റ്റമർ ഫീഡ്ബാക്ക് എപ്പോഴും നല്ല രീതിയിലേ വന്നിട്ടുള്ളൂ, മോശപ്പെട്ട ഒരു അനുഭവങ്ങളൊന്നും ഇതുവരേക്കും വന്നിട്ടില്ല എന്ന്. എന്നാലും ഈ ഒരു 3 വർഷമായിട്ടൊരു ബിസിനസ് സംരംഭക എന്നുള്ള രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ബിസിനസ്സിൽ എപ്പോഴും നമുക്ക് സ്ട്രഗിൾസ് ഉണ്ടാവും, അത് എങ്ങനെ പോയാലും. അപ്പൊ മീനു എന്നുള്ളൊരു ഓൺടർപ്രണർ അല്ലെങ്കിൽ ബിസിനസ് വുമൺ ഫേസ് ചെയ്ത എന്തെങ്കിലും ഒരു ചാലഞ്ചോ സ്ട്രഗിളോ ഒന്നും ഉണ്ടായിട്ടില്ല? അതുണ്ടായിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ ഫസ്റ്റ് ഞാൻ നമ്മൾ ഒരു മോഡലിനെ നമുക്ക് കൊണ്ടുവരണം. കാരണം ഇപ്പം നമുക്ക് ആദ്യമേ വലിയ പൈസ കൊടുത്ത് നമുക്കൊരു മോഡൽസിനെ കൊണ്ടുവരാൻ നമുക്ക് അത്രയും പറ്റത്തില്ല. അപ്പം എനിക്ക് പരിചയമുള്ള ആൾക്കാരെയൊക്കെ നമ്മളത് ചെയ്യുമ്പം അവർ നമ്മളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ നോക്കാറുണ്ട്. അവർ ഭയങ്കര ഡിമാൻഡ് ഇടും. നമ്മളൊരു ആവശ്യത്തിന് വിളിക്കുമ്പം എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടിയായിരിക്കും ഫസ്റ്റ് ഇതാക്കാൻ നോക്കി. പക്ഷെ ആ കുട്ടി കഴിഞ്ഞപ്പം നമ്മളോടൊരു കുറേ ഡിമാൻഡ്സ് ഒക്കെ വെക്കാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ പിന്നെ വേറെ ആൾക്കാരിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ക്യാമറ ആൾക്കാരെ കൊണ്ടുവന്നു. അവർ വന്നപ്പോഴും അവരും നമ്മൾ പൈസ കൊടുത്തിട്ടും നമുക്ക് സാധനങ്ങൾ കിട്ടുന്നില്ല. പിന്നെ മോഡൽസിനോട് പറയുന്നത് ഇപ്പം മോഡൽസ് നമ്മളോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഫോട്ടോസ് നമുക്ക് കിട്ടാത്തത് എന്നുള്ളത്. അപ്പോൾ എനിക്ക് ക്യാമറക്കാർ തന്നാലല്ലേ, എല്ലാവരും അല്ല പറയുന്നത്, നമുക്ക് തന്നാലല്ലേ നമുക്ക് അവരും ഒരു ഫോട്ടോസ് വേണ്ടിയിട്ടായിരിക്കുമല്ലോ, കാരണം അവരും നമുക്ക് വേണ്ടിയിട്ട് വരുന്നത്. അപ്പം അവർക്കത് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം അവർ ചോദിക്കുമ്പം ഇപ്പം എനിക്ക് സമയമില്ല, ഞാൻ നാളെ തരാം, മറ്റന്നാൾ തരാം എന്നൊക്കെ. അങ്ങനെ ഒരു 3 മാസത്തോളം പോയി. അങ്ങനെ അത് എനിക്ക് കിട്ടിയില്ലായിരുന്നു. കാരണം എനിക്ക് ഓണത്തിന് ഇടാനുള്ള, എനിക്ക് ഓണം കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഇട്ടിട്ട് എനിക്ക് ഔട്ട് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. ഓണത്തിന് മുന്നേ അല്ലേ എനിക്കിത് കിട്ടേണ്ടത്. അതെനിക്ക് അവർ തരാതെ തന്നെ ആ ക്യാമറമാനാണ് എന്നെ മാനസികമായി ഒരുപാട് വിഷമത്തിലേക്ക് ഇത് കൊണ്ടുവന്നത്. കാരണം ഞാനൊരു ഫസ്റ്റ് ഇതിലേക്ക് ഈ ഫാഷൻ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് ഫസ്റ്റ് ഇതാണ് വരുന്നത്. അപ്പോൾ എനിക്ക് വേറൊരാളെ കണക്ട് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല, വേറൊരു ക്യാമറമാനെ തപ്പിയെടുക്കാൻ എനിക്കറിയത്തില്ല. അപ്പം അങ്ങനെ അവരുമായിട്ട് വഴക്കുണ്ടാക്കി എൻ്റെ കസിൻ വഴിയാണ് ആ ക്യാമറമാൻ എനിക്ക് വന്നത്. അങ്ങനെ വന്ന് അവരുമായിട്ട് ചില വാർത്തർക്കങ്ങളോ അങ്ങനെയൊക്കെ കുറേ ഇതൊക്കെ എനിക്കുണ്ടായി. പിന്നെ പക്ഷെ അതൊക്കെ എൻ്റെ അമ്മയുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ അതൊക്കെ പോയി. പിന്നെ ഞാൻ സെർച്ച് ചെയ്തപ്പം ഞാൻ എന്തായാലും എനിക്ക് വാശിയായി, എന്തായാലും ഇറങ്ങി തിരിച്ചു. ഇത് നടത്തിയെടുത്ത് എനിക്ക് പറ്റുള്ളൂ. ആരൊക്കെ എന്നെ ഉഴപ്പിയെന്ന് പറഞ്ഞാലും കൂടെ നിൽക്കുന്നവരെനിക്കിട്ട് പണിതെന്ന് പറഞ്ഞാലും എനിക്ക് എന്തായാലും ഞാനിത് ഇറങ്ങി തിരിച്ചതാണ്, ഞാൻ ലക്ഷ്യത്തിലേക്ക് എത്തും എന്നുള്ളൊരു വാശി എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ വേറെ ഒരു ഇൻസ്റ്റ വഴി കുറേ വീഡിയോസൊക്കെ ഒരു ക്യാമറമാനെ കിട്ടി. ആ ക്യാമറമാൻ അത് നല്ലതായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നതാണ്, നമുക്ക് നല്ല രീതിയിൽ വീഡിയോസ് എടുത്ത് തരും, കൃത്യസമയം പറയുന്ന സമയത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. ആ ക്യാമറമാനാണ് ഇപ്പോഴും എൻ്റെ കൂടെ എല്ലാത്തിനും ഉള്ളത്. അതിലെനിക്ക് ടെൻഷനില്ല. പുള്ളി ഒരാഴ്ചക്കുള്ളിൽ ഞാൻ എല്ലാം ചെയ്തു തരാം. നമുക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളും അതല്ല വേറെ ഫോട്ടോ എടുത്ത് കൊടുത്താൽ പോലും പുള്ളി അത് എഡിറ്റ് ചെയ്ത് നമുക്ക് തരും. അപ്പം നമുക്ക് അതിലൊരു ടെൻഷൻ ഫീൽഡ് ഇപ്പം എനിക്ക് അതില്ല. പുള്ളി അത് നല്ല രീതിയിൽ അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഇത്തരത്തിലുള്ള പല എന്താ പറയുക സ്വന്തം ലൈഫിലെ എക്സ്പീരിയൻസിൽ പലതിലൂടെയും മീനു ഓൾ ദ മോർ സ്ട്രോങ് ആയി പല രീതിയിലൂടെ പല കാര്യങ്ങൾ പഠിക്കാൻ പറ്റി അല്ലേ? അതിൽ തന്നെയും ഇനി മീനു എന്ന് പറഞ്ഞ് മീനാക്ഷി ബുട്ടീക്കിന്റെ ഒരു മോഡലിംഗ് ഇതിലേക്ക് വന്നപ്പോൾ അവിടെ മീനു തന്നെ മോഡലായിട്ട് നിൽക്കാം എന്നുള്ളൊരു ഐഡിയ അതാരായിരുന്നു പറഞ്ഞു തന്നത്? ആരും പറഞ്ഞൊന്നുമില്ല, മീനുവിന്റെ തന്നെ ഒരു അത് എനിക്ക്. കാരണം നമ്മൾ പോസ്റ്റർ ഫസ്റ്റ് തയ്യാറാക്കുമ്പം ഇപ്പോൾ ഇവിടെ ഒരുപാട് പോസ്റ്റേഴ്സ് ഉണ്ട്, ബോട്ടിക്കിൻ്റെ ഒക്കെ ഒരുപാട് പോസ്റ്റേഴ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും അവരുടെ മോഡൽസിനെയാണ് വെച്ചിരിക്കുന്നത്. കാരണം ഇപ്പം ജയലക്ഷ്മി എന്നൊക്കെ പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും അറിയാവുന്ന ഒരു ഷോപ്പാണ്. അപ്പം അവർക്ക് മോഡൽസിനെ വെച്ചാലും അവർക്കത് വിറ്റുപോകും. കാരണം അവർക്ക് അങ്ങനെ അവരുടെ ഫേസ് വെക്കേണ്ട ആവശ്യമില്ല. അവർ ഓൾറെഡി അവരുടെ ബ്രാൻഡ് വലിയ ബ്രാൻഡാണ്. അപ്പോൾ എന്നെപ്പോൾ ഒരാളെ മീനാക്ഷി ബോട്ടിക് എന്ന് പറഞ്ഞിട്ട് മോഡൽസിനെ വെച്ച് കഴിഞ്ഞാൽ അത് എത്രമാത്രം വർക്കാവും എനിക്കറിയില്ല. കാരണം ഒരുപാട് പേര് ഞാനിപ്പം പറഞ്ഞല്ലോ, ഒരു
വീഡിയോ ഞാൻ ഇട്ടെന്ന്, ഓണത്തിനൊരു വീഡിയോ ഇട്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം എന്നെ കണ്ടിട്ടാണ് ആ കുട്ടികൾ അല്ലെങ്കിൽ അവർ എന്നെ കണ്ടിട്ട് വന്നത്. അപ്പം തന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഞാൻ തന്നെ ഇതായിരുന്നു. അങ്ങനെ ആൾക്കാർ എന്നെ കണ്ടിട്ടാണ് മെയിനായിട്ട് വരേണ്ടത്, മോഡൽസിനെ കണ്ടിട്ടല്ലല്ലോ. പിന്നെ മോഡൽസ് നമ്മൾ വെക്കും, അത് നമ്മുടെ ഓരോ ഡിസൈൻ സാരീസൊക്കെ. ഇപ്പം എനിക്ക് ആ രീതിയിലൊന്നും ഉടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ മോഡൽസിനെ വെക്കും. അല്ലാത്ത പ്ലസ് സൈസിനൊക്കെ ഞാനാണ് കൂടുതലും നിൽക്കാറ്. പിന്നെ പ്ലസ് സൈസ് ഉള്ളവർക്കും ഞാൻ ചാൻസ് കൊടുക്കാറുണ്ട്. അങ്ങനെ ചാൻസ് കൊടുക്കണം, അങ്ങനെ ഒരു ഇത് എനിക്ക് മനസ്സിലുണ്ട്. കാരണം അവരും മാറി നിൽക്കരുത്. ബ്യൂട്ടിഫുൾ. അതേപോലെ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ ഭാഗത്തുനിന്നായിക്കോട്ടെ, ചേച്ചിമാരുടെ ഭാഗത്തുനിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ അച്ഛനാണെങ്കിലും മീനുവിന് തന്ന ആ വലിയൊരു അഡ്വൈസ് ഉണ്ടാവില്ല തീർച്ചയായിട്ടും. മോളെ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഫാക്ടേഴ്സ്, അത് ഇന്നും ഓരോ പടി വെക്കുമ്പോഴും മീനുവിന്റെ മനസ്സിൽ മീനു ഓർത്ത് വെക്കുന്നുണ്ടാവും. അതെന്തൊക്കെ കാര്യങ്ങളാണ്? ഫസ്റ്റ് പപ്പയാണെങ്കിലും അമ്മയാണെങ്കിലും എനിക്ക് പറഞ്ഞു തരുന്നത്, നമ്മൾ എന്ത് കാര്യത്തിനും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം ദൈവത്തെ മുൻനിർത്തിയിട്ട് വേണം ആ ദിവസം തുടങ്ങാൻ. എന്നാൽ മാത്രമേ അത് നല്ല രീതിയിൽ പോവുകയുള്ളൂ. പിന്നെ പല സ്ട്രഗിൾ വരും, അത് നമ്മൾ ഫേസ് ചെയ്തേ പറ്റുള്ളൂ. കാരണം അതാണ് ജീവിതം. അല്ലാതെ എപ്പോഴും നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് ഒരു കാര്യവും നടക്കില്ല. എല്ലാം നമുക്ക് നെഗറ്റീവ് വരും എന്നാൽ പ്രതീക്ഷിച്ചിട്ട് വേണം ഓരോ ചുവടും നമ്മൾ വെക്കാനായിട്ട്. അത് തരണം ചെയ്തതിലാണ് നമുക്ക് വിജയം. ഇപ്പോൾ ഒരു ഫുട്ബോളുകാരൻ പന്ത് ഗോൾ അടിക്കുമ്പോഴാണല്ലോ അയാൾ വിജയത്തിലേക്ക് എത്തുക. അത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കുമല്ലോ അയാൾ ഗോൾ അടിക്കുക. ആ ഗോളാണ് നമ്മുടെ ജീവിതം എന്നാണ് അപ്പം എപ്പോഴും എനിക്ക് പറഞ്ഞു തരുന്നൊരു കാര്യം. അത് ഫസ്റ്റ്. സെക്കൻഡ്, നമ്മളെ ഡീലിങ്സ്. നമ്മൾ എങ്ങനെയാണോ ആൾക്കാരോട് ഡീൽ ചെയ്യുന്നത്, ആ ഡീലിങ്സിലൂടെയാണ് ആൾക്കാർ നമ്മളെ വിശ്വസിക്കുന്നത്. അതല്ലാതെ നമ്മൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ് ഞാൻ. പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരുന്ന ആളാണ്. അപ്പം അതിനെന്തിനു പെട്ടെന്ന് ഞാൻ ദേഷ്യപ്പെടും. പക്ഷെ അപ്പ എന്നോട് എപ്പോഴും പറഞ്ഞു, നീ അങ്ങനെ ദേഷ്യപ്പെടരുത്. ദേഷ്യപ്പെട്ടാൽ നമുക്കൊന്നും സാധിക്കാൻ പറ്റത്തില്ല. കാരണം ദേഷ്യപ്പെട്ട ഒന്നും കൂടെ അത് കുളമാവത്തേ ഉള്ളൂ. നമുക്ക് അത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളത് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നമ്മുടെ മാക്സിമം നിന്ന് നമ്മളത് ഹാൻഡിൽ ചെയ്യണം. ഹാൻഡിൽ ചെയ്ത് നമ്മുടെ പരിധിയിലേക്ക് കൊണ്ടുവരണം. അതിലാണ് നമ്മൾ വിജയം കണ്ടെത്തേണ്ടത്. അല്ലാതെ ഇപ്പം ദേഷ്യപ്പെട്ടിട്ട് നമ്മളത് ഇതാക്കാൻ പോയി കഴിഞ്ഞാൽ അതാവത്തില്ല. അത് നമുക്ക് തന്നെ നെഗറ്റീവായിട്ട് വരുവുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ എന്ത് സംഭവിച്ചാലും നമ്മളത് നേരിട്ടേ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പം ഒരു 10 ലക്ഷം രൂപ മുടക്കിയിട്ട് ഒരു ബിസിനസ് ഫ്ലോപ്പായി പോയി കഴിഞ്ഞാൽ ആത്മഹത്യയിലേക്ക് ശ്രമിക്കാതെ എന്തുകൊണ്ടാണ് ആ 10 ലക്ഷം രൂപ മുടക്കിയിട്ട് എനിക്ക് സക്സസ് ആവാൻ പറ്റാത്തത്, അത് നമ്മൾ ഫേസ് ചെയ്യണം. ഫേസ് ചെയ്തിട്ട് അത് മാറ്റിയിട്ട് അതെനിക്ക് വിജയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കാം. പക്ഷെ ഇപ്പം ഇങ്ങനെ പറയുമ്പം ഭയങ്കര ഈസിയാണ്. അത് എല്ലാവർക്കും വേണമെങ്കിൽ നമുക്കൊരു മോട്ടിവേഷൻ പറയാൻ പറ്റും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച കുറേ കാര്യങ്ങൾ ഉണ്ട്. കാരണം നമ്മൾ ഒരുപാട് നമ്മൾ ദേഷ്യം കുറയ്ക്കണം. പപ്പ പറയുന്ന പല രീതിയിലും എനിക്കത് അനുഭവങ്ങൾ വന്നിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. അതൊക്കെ എനിക്കത് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം കുറേ ദേഷ്യം ഇപ്പം എനിക്ക് മാറിയിട്ടുമുണ്ട്. കാരണം ഇങ്ങനെ അല്ല പെട്ടെന്ന് ദേഷ്യം ഇപ്പം എന്നെ കളിയാക്കി വെച്ച് മറുപടി ഞാൻ പറയും, കൊള്ളുന്ന രീതി തന്നെ എനിക്ക് പറയാറിയാം. പക്ഷെ ഇപ്പം ഞാൻ അതൊക്കെ മാറ്റി നിർത്തി. ഇപ്പം അത് കുറേയൊക്കെ ക്ഷമിക്കാൻ പഠിച്ചു. നമ്മൾ ക്ഷമിച്ച് നമ്മുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ബ്യൂട്ടിഫുൾ. ഓക്കെ. അങ്ങനെ കുറേ നല്ല ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കുന്നു അല്ലേ? ഈ ബിസിനസ്സിനകത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്ക് പുതിയതായിട്ടുള്ള ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, പുതിയതായിട്ടുള്ള ഒരു മേഖലയിലേക്ക് ഇറങ്ങുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റഡീസ് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നുണ്ടാവും അല്ലേ? അങ്ങനെ മീനു സ്റ്റഡി എടുത്തതോ അല്ലെങ്കിൽ മീനു കണ്ടത് അല്ലെങ്കിൽ മീനു അറിയാൻ ശ്രമിച്ചത്, മീനുവിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് അങ്ങനെ പല ബിസിനസ്സുകാരും ഉണ്ടാവണം അല്ലേ? അത്തരത്തിലുള്ള ഒരു വർക്കും കാര്യങ്ങളൊക്കെ മീനും ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ മീനുവിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത് അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്ത ഒരു വ്യക്തി അങ്ങനെ ആരെങ്കിലും ഉണ്ട്? ഷീമാട്ടി. ആണോ? ഷീമാട്ടിലെ ബീനാക്കണ്ണ മാം അത് ഒരുപാട് മാമിൻ്റെ പല ഇൻ്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട്. മാം ഒരുപാട് സ്ട്രഗിൾസിൽ കൂടെ വന്നിട്ടാണ് മാം ഇതിലേക്ക് വന്നെന്നൊക്കെ. അപ്പം ആ ഏകദേശം അതുപോലെ അല്ലെങ്കിലും അതുപോലെയൊക്കെ എനിക്കും കുറേ സ്ട്രഗിൾസ് എനിക്ക് വന്നിട്ടുണ്ട്. മാം ആ രീതി അവരെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്ത് ഇവിടെ ഇത്രയും വലുതാക്കി മാം ഒറ്റയ്ക്കാണല്ലോ ആ ഒരു ഷീമാട്ടി പോകുന്നത്. ആ മാമാണ് എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ തോന്നിയത്. കാരണം നല്ല രീതിയിൽ അത് കൊണ്ടുപോകുന്നത് മാമിന് ഒരു കൺഗ്രാജുലേഷൻ കൊടുക്കേണ്ട ഒരു ഇതാണ്. കാരണം ഒരുപാട് സ്ട്രഗിൾ ആ മാം ചെയ്തിട്ടുണ്ട്. അതെ ഒരുപാട് ഇതിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യാൻ പോയപ്പോഴും മാമിന് കുറെ ഇന്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് മാം സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്നുള്ളത്.
അത് എനിക്കൊരു ഇൻഫ്ലുവൻസ് ആണത്. ആണ്. അപ്പൊ അത്തരത്തിൽ ഷീമാട്ടി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഇന്നിപ്പോ നിൽക്കുന്നത് തല ഉയർത്തി നിൽക്കുകയാണ്. അതേപോലെ തന്നെ അതേപോലെ അല്ലെങ്കിൽ അതിനെക്കാട്ടിലും മേളിലേക്ക് മീനാക്ഷി എന്ന് പറഞ്ഞൊരു ബുട്ടീക്ക് എത്തിക്കണം എന്നുള്ളതാണ് മീനുവിന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം അല്ലെ? അത്ര എത്തിയില്ലെങ്കിലും ആർക്കും ഒരു കുഴപ്പവും ഇല്ലാതെ ഒരു രീതിയിൽ എത്തണമെന്നുണ്ട് എനിക്ക്. ഓക്കെ, ബ്യൂട്ടിഫുൾ. അപ്പോ ഇനി കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു, അറിവുകൾ നേടി, ഈ ഒരു ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു യാത്ര ഇവിടുന്ന് തുടങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അതെ. മുന്നിൽ കാണുന്നത് എന്താണ്? മീനാക്ഷിയുടെ ഒരു ഫ്യൂച്ചർ കാണുന്നത് എങ്ങനെയാണ്? ഫ്യൂച്ചർ കാണുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് നല്ല രീതിയിൽ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. നല്ലൊരു എല്ലാവരും അറിയപ്പെടുന്ന ഇപ്പം മാം പറയും ഷീമാട്ടി ഇപ്പം എവിടെ നോക്കിയാലും എല്ലാവർക്കും അറിയാം. അതെ, അങ്ങനെ ഒരു നല്ലൊരു ബ്രാൻഡായി വളരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ ഈ മീനാക്ഷി എന്ന് നിൽക്കുമ്പോൾ മുമ്പേ പറഞ്ഞില്ലേ അച്ഛന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഡ്രീം എന്നുള്ളത്, ആ ഒരു ഡ്രീമിലേക്ക് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ബുട്ടീക്ക് ക്ലോസ് ചെയ്തിട്ട് പോവാനാണോ ഇല്ല ഉദ്ദേശിക്കുന്നത്? ഇല്ല ഇല്ല ഇല്ല. ഇതെന്റെ കൂടെ തന്നെ ഇതാണല്ലോ എന്നെ വഴികാട്ടി തന്നത്. ഇപ്പൊ നേരത്തെ പപ്പ ഉണ്ടായിരുന്നപ്പം എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പപ്പ അത് മാനേജ് ചെയ്ത് ഇത് എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ വഴി വെട്ടി അന്ന് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ ഒരു ബിസിനസ് ഒരു അപ്പൊ ബാക്കി ഏതൊരു ഇതിലേക്ക് സ്വിച്ച് ചെയ്താലും മീനാക്ഷി ബുട്ടീക്ക് അവിടെ ഉണ്ടാവും അല്ലേ? കാരണം ഇതാണ് എന്നെ വളർത്തിക്കൊണ്ട് വന്നത്. ഇതിനെ ഞാൻ മറക്കത്തില്ല. ബ്യൂട്ടിഫുൾ. മാത്രമല്ല പ്ലസ് സൈസിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഷോറൂം, ഒരു ബുട്ടീക്ക് തന്നെയായിരിക്കും മീനാക്ഷി ബുട്ടീക്ക്. അപ്പോ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ ഇനി ജൂൺ മുതൽ നമ്മുടെ ഈ ഇടയിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ബുട്ടീക്കായിട്ട്, ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ബുട്ടീക്കായിട്ട് മീനാക്ഷി ബുട്ടീക്ക് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷിംഗ് ഓൾ ദ ബെസ്റ്റ് മീനു. ഇത്രയും നാളും ലൈഫിൽ ഫേസ് ചെയ്ത കുറേ അവഗണനകൾ, കുറേ റിജക്ഷൻസ് അല്ലെങ്കിൽ കളിയാക്കലുകൾ, അതിൽ നിന്നെല്ലാം മീനു ഇന്നിപ്പോൾ ഓൾ ദ മോർ വളരെ സ്ട്രോങ് ആയിട്ട്, കൂടെ നല്ല ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, അമ്മയുണ്ട് സപ്പോർട്ട് ചെയ്യാൻ. അങ്ങനെ ഈ ഒരു യാത്ര ഓൾ ദ മോർ ബ്യൂട്ടിഫുൾ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു താങ്ക് യു മീനു, താങ്ക് യു.